ഹലോ മൈ ഡിയർ സിഗ്നേച്ചേഴ്സ്. നിങ്ങൾ പറഞ്ഞതുപോലെ വാലിഡ് ഓർഡർ ബ്ലോക്ക്, ഇൻവാലിഡ് ഓർഡർ ബ്ലോക്ക്, ഓർഡർ ഫ്ലോ അത് ഏകദേശം ഒരു ഒരു ടോപ്പിക്കായി വരുന്നത് പോലെ നമുക്ക് വീഡിയോ ചെയ്യാം. ബാക്കിയുള്ളത് നെക്സ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോയിൽ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ എക്സ്ട്രാ സംസാരിക്കേണ്ടി വരും. അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇന്നത് തന്നെ മാർക്കറ്റിൽ പറഞ്ഞു പോകുമ്പോൾ നമ്മളിപ്പോൾ വാലിഡ് ഓർഡർ ബ്ലോക്ക്, നിങ്ങൾ പറഞ്ഞതുപോലെ വാലിഡ് ഓർഡർ ബ്ലോക്ക്, ഇൻവാലിഡ് ഓർഡർ ബ്ലോക്ക്, ഓർഡർ ഫ്ലോ ആണ് ചെയ്യുന്നത്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് തന്നെ FUG കൂടിയിട്ടുള്ള ക്യാൻഡിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അത് എഴുതി വെച്ച് പോവുക. കാരണം എൻ്റെ അറിവും എൻ്റെ എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ചെറിയ കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ അത് ചെറുതായിരിക്കില്ല, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ ഉപകാരം തരുന്നതായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോ ഫുൾ ലെങ്ത് കാണുമ്പോൾ അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ കാണാതെ ഇരിക്കുക. കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ടൈം എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അറിയാത്ത ആൾക്കാർ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ റിവൈൻഡ് ചെയ്ത് കണ്ട് കൺഫേം ആക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. എന്തൊരു കാര്യം നമ്മൾ പറയുമ്പോഴോ നിങ്ങൾക്ക് പുതിയതാണെന്നുണ്ടെങ്കിൽ വീണ്ടും റിവൈൻഡ് ചെയ്ത് കേൾക്കുക, നോട്ട് ചെയ്യുക. കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത് പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ മാസ്റ്റായിട്ടും അത് നോട്ട് ചെയ്യുക. ഇവിടെ ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത് വാലിഡ് ആയിട്ടാണോ ഇൻവാലിഡ് ആയിട്ടാണോ എന്ന് പറയുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. നിലവിൽ ഇത് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ FEGയോട് കൂടിയിട്ടുള്ള ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു മദർ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഈ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ FEG വരുന്നത് കൊണ്ട് ഇത് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നാൽ ഇവിടെ ഈ മദർ ക്യാൻഡിലിൻ്റെ ഉള്ളിലുള്ള ഈ ഓർഡർ ബ്ലോക്കിൽ ഇവിടെ FEG വന്നെങ്കിൽ കൂടി മാർക്കറ്റിൽ എന്തുണ്ടായിട്ടില്ല, ഈ ക്യാൻഡിലിൻ്റെ ഈ 1, 2, 3 ക്യാൻഡിലിൻ്റെ ഇടയിൽ FEG ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് മിറ്റിഗേറ്റ് ആണ്. അതുകൊണ്ട് ഇതൊരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആയിട്ട് എടുക്കില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇൻവാലിഡ് ആണ്, ഇത് രണ്ടും വാലിഡ് ആണ്. ഓക്കെ, ഇത് നമുക്ക് റിഫൈൻ ചെയ്യുമ്പോൾ പറയാം. ഇത് നമ്മൾ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഇത് നമ്മളിപ്പോൾ ഓർഡർ ഫ്ലോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ സമയത്ത് മാർക്കറ്റിലുണ്ടാവുന്ന സ്വിങ്. ഓക്കെ, ഈ ഒരു സ്വിങ്ങിൽ നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടിന്യൂസ്ലി ഗ്രീൻ ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്വിങ്ങിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ഒരു ഓർഡർ ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു പോർഷൻ, ഓക്കെ, ഈ ഒരു വലിയ പോർഷൻ. ഈ ഓർഡർ ഫ്ലോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ഫ്ലോയിൽ കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. എങ്കിൽ കൂടി ഞാൻ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതിപ്പോൾ നമ്മളൊരു ഡയഗ്രാം പോലെ മാർക്ക് ചെയ്യുകയാണ് ഈ ഒരു സംഗതികൾ, ഇത് മൊത്തം. ഓക്കെ, ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് തിരിച്ച് ഇവിടേക്ക് റീബൗൺസ് ചെയ്യുമ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോയിൽ തട്ടി തിരിച്ചു പോകണം എങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ ഒരു FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിൽ ഉണ്ടാവരുത്. അതായത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാവരുത്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാർക്കറ്റ് അതിനായിരിക്കും റെസ്പെക്റ്റ് ചെയ്യുക. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ വരഞ്ഞതിൽ ഇത് താഴത്തേക്കായിട്ട് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്യും മാർക്കറ്റ്, ലാസ്റ്റ് ഓർഡർ ബ്ലോക്കിന്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതിനെ റെസ്പെക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇത് ടാപ്ഡ് ആണെങ്കിൽ, ഇതിപ്പോൾ ടാപ്ഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ FEG ഉണ്ട്. നെക്സ്റ്റ് ആയിട്ടുള്ള, അതായത് ലാസ്റ്റ് ആയിട്ടുള്ള FEGയോടുള്ള ക്യാൻഡിൽ ഇതായി മാറും. ഇതിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇത് സംഭവിക്കുന്നതിന് മുമ്പ് വേറൊരു സംഗതി കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ അഡ്വാൻസ് ഓർഡർ ബ്ലോക്കിൻ്റെ വിക്ക് ഇതുപോലെ മാർക്കറ്റിൽ നമ്മളുടെ ഒരു FEGയുടെ ഉള്ളിൽ കൂടെയോ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക്, അതായത് വോളിയം ഉണ്ടായ ക്യാൻഡിലിൻ്റെ വോളിയം ഏരിയ, അതായത് അതിൻ്റെ ബോഡിയുടെ ഉള്ളിൽ കൂടെ ഇതുപോലെ കടന്നു പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇതിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ കടന്നു പോകാൻ സാധ്യതയില്ലെങ്കിൽ, ഈ ഒരു വിക്ക് കൊണ്ട് ഇത് കവർ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ കവർ ആവുകയാണെങ്കിൽ, ഇത് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു റെക്റ്റാങ്കിൾ കൊണ്ടാണ്. ഇത് റെക്റ്റാങ്കിൾ അല്ല മാർക്ക് ചെയ്യേണ്ടത്, ഒരു ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഈ ടിപ്പിനെയാണ് നമ്മൾ എടുക്കുക. ഈ ടിപ്പ് നമ്മൾ എടുക്കുമ്പോൾ, ഈ ഒരു വിക്കിൻ്റെ അഗ്രഭാഗം എടുക്കുമ്പോൾ, ടിപ്പ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിൽ ഇതുപോലെ ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ എന്താണ് സംഭവിക്കുക, ആ മാർക്കറ്റ് ഈ ഒരു ഏരിയനെ റെസ്പെക്റ്റ് ചെയ്യും. ഈ ഒരു ഫുൾ എൻറ്റയർ ഏരിയനെ, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതുപോലെ ഉള്ള ഈ ഒരു ഫുൾ ഏരിയനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യും. ഇതിൻ്റെ മേലെ മാർക്കറ്റ് ക്ലോസ് തരികയാണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ക്യാൻഡിൽ ഇതിൻ്റെ മേലെ ക്ലോസ് തരികയാണെന്നുണ്ടെങ്കിൽ
ഇതിൻ്റെ സെൻറ്ററിൻ്റെ മേലെ ക്ലോസ് വരികയാണെങ്കിൽ തന്നെ നമ്മൾ പിന്നെ അത് കൺസിഡർ ചെയ്യില്ല. ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം പോകാൻ. ഇത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇതിപ്പോൾ എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല, കാരണം ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് പോർഷൻ മാർക്ക് ചെയ്തിടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓർഡർ ഫ്ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ട് എന്ന് വിചാരിക്കുക ഇതിൻ്റെ ഇടയിൽ. സോ ഇതൊരു വാലിഡ് ക്യാൻഡിലാണെങ്കിൽ, ഇതൊരു ഇൻസൈഡ് ബാർ അല്ല, വാലിഡ് ക്യാൻഡിലാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നുള്ളതേ എടുക്കൂ. ലൈക്ക് നമ്മൾ ഈ ഒരു ഓർഡർ ഫ്ലോ ആയിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഏരിയയാണ് എടുക്കുക, അതുപോലെ ഇതിൻ്റെ വിക്കാണ് എടുക്കുക, ഇതിൻ്റെ വിക്ക് ഇതുപോലെ ഞാൻ ഈ മാർക്ക് ചെയ്തതുപോലെ വരികയാണെങ്കിലാണ് ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുക. ഇനിയല്ല ഇത് ഇങ്ങോട്ട് മാറി, സോ മാർക്കറ്റ് ഇങ്ങനെയാണ് മാറിച്ചാൽ ഇവിടെ വിക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുക. സോ ഇതൊക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാണ്. ഇവിടെ അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് വിക്ക് ഇവിടെ വരുന്നത് ഈ ഒരു ഏരിയയിൽ ഇതുപോലെ ലൈന് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ഓർഡർ ബ്ലോക്കുകൾ മാത്രമേ ഉള്ളൂ, അതായത് വോളിയം മാത്രമേ ഉള്ളൂ, അവിടെ വിക്കില്ല, ബോഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ വോളിയത്തിൻ്റെ ഇടയിലൂടെ മാർക്കറ്റ് കടന്നു പോവുകയാണ്. അതായത് ഒന്നില്ലെങ്കിൽ ഒരു എഫീജിൻ്റെ ഉള്ളിൽ കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ വോളിയം മാത്രമുള്ള ബോഡീൻ്റെ മാത്രം ഉള്ളിൽ കൂടെ. ഓക്കെ, അത് അങ്ങനെ വരുന്നതിന് എന്താണെന്നുള്ളതും അതെങ്ങനെയാണ് ആക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ വരും വീഡിയോയിൽ പറയാം. എഫിജിയിൽ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെറ്റപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഇൻഡെപ്തായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയും ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്യില്ല. ലാസ്റ്റ് എഫിജിയോട് വിട്ടുള്ള ക്യാൻഡിലിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുക മാർക്കറ്റ്. ഓക്കെ, ഓർഡർ ബ്ലോക്കിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുക. ഇതാണ് ഈ ഒരു ഓർഡർ ഫ്ലോൻ്റെ നോർമലി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിലും ഇൻഡെപ്തായിട്ട് നമ്മൾ ഓർഡർ ഫ്ലോനെയൊക്കെ പഠിക്കേണ്ടതുണ്ട്. എന്തായാലും ഓർഡർ ഫ്ലോ ഒക്കെ നമുക്ക് വരുന്ന ഇപ്പോൾ നമ്മളുടെ സ്ട്രക്ചർ മാപ്പിങ്ങിൽ നിങ്ങൾ കൂടുതലായിട്ട് അതിൽ കൺസിഡർ ചെയ്യേണ്ട, സ്ട്രക്ചർ മാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളുടെ ഓർഡർ ബ്ലോക്കിനെ, ഞാൻ പറയുന്ന ഓർഡർ ബ്ലോക്കുകളെ നോക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട്, അതായത് കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് വരുമ്പോഴാണ് ഈ ഒരു സാധനം എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുക. ഓക്കെ, അത് അന്നേരം ആ വരുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഓർഡർ ഫ്ലോൻ്റെ ഇൻഡെപ്തായിട്ട് നമ്മളൊരു വീഡിയോ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യുക, കാരണം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല മോസ്റ്റ്ലി. അതുപോലെ ഞാൻ റിഫൈൻ ചെയ്യുന്നത് പറയുന്നുണ്ട്. റിഫൈൻ ചെയ്യുമ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ഡയഗ്രായിട്ട് ഞാൻ കാണിച്ചു തരികയാണ്. മാർക്കറ്റ് ഒരു 4 hours മാർക്കറ്റ് നമ്മൾ ഒരു ക്യാൻഡിലിനെ മാർക്ക് ചെയ്യുമ്പോൾ, ഇത് സിംഗിൾ ഒരു ക്യാൻഡിലാണെങ്കിൽ അത് 1 hourലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാൻഡിലായിട്ട് മാറും. അപ്പോൾ ആ ഒരു 4 ക്യാൻഡിലിൻ്റെ ഉള്ളിൽ, ഓക്കെ, ഈ പറഞ്ഞ 4 ക്യാൻഡിലിൻ്റെ ഉള്ളിൽ എഫിജി ഉള്ള ക്യാൻഡിൽ, എഫിജിയോട് കൂടിയിട്ടുള്ള ലാസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അതായത് ഇപ്പോൾ ഇതാണ് 1 hour ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഞാൻ 4ൻ്റെ പകരം 5 മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിവേ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ ഇതാണെങ്കിൽ, ഇതിന് എഫിജി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്യാൻഡിലായിട്ടാണ് ഇതിനെ റിഫൈൻ ചെയ്യുക. അതായത് 4 hour ക്യാൻഡിൽ ഇതുപോലെ 1 hour ക്യാൻഡിലാക്കുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യും. ഇനി ഇത് വീണ്ടും ചെറുതാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ എഫിജിയോട് കൂടിയിട്ടുള്ള ലാസ്റ്റ് ക്യാൻഡിലാണ് ഞാൻ മാർക്ക് ചെയ്യുക. ഓക്കെ, അത് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് എഫിജി അവിടെ മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി എങ്ങാനും ഇതിന് എഫിജി ഇല്ല, ഈ ക്യാൻഡിൽ ഇതുപോലെ വന്ന് ഇതിൽ ടാപ്പ് ചെയ്തിട്ടാണുള്ളതെങ്കിൽ, ഇത് പരസ്പരം മിറ്റിഗേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ മിറ്റിഗേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിനല്ല വാലിഡ്, അടുത്ത ക്യാൻഡിൽ ഇതിൽ ഏതാണോ അതിനാണ് വാലിഡ്, അതിൻ്റെ ഉള്ളിലുള്ള ഓർഡർ ബ്ലോക്കുകളായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഇത് 4 hour 1 hourലാക്കുമ്പോൾ 1 hour എഫിജി വേണം, അതുപോലെ 30 minutes ആക്കുമ്പോൾ 30 minutes എഫിജി വേണം, 15 minutes ആക്കുമ്പോൾ 15 minutes എഫിജി വേണം. അതായത് എഫിജി ഉള്ള ലാസ്റ്റ് ക്യാൻഡിൽ അത് ഞാൻ മാർക്ക് ചെയ്യുന്ന റിയൽ സ്ട്രക്ചറിൽ ഞാൻ മാപ്പ് ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഡൗട്ടൊന്നും വേണ്ട, ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു ഇപ്പോൾ എല്ലാവരും കറണ്ട് കണ്ടീഷനിൽ അവരവരുടെ സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കാരണം സ്ട്രക്ചർ മാപ്പിംഗ് ഏറ്റവും അടിത്തറയാണ്. അത് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ളത് കമ്പൈൻ ചെയ്ത് നിങ്ങൾക്കിതിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ക്യാഷല്ലേ വേണ്ടത്. അപ്പോൾ ക്യാഷ് കിട്ടണമെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത് കറക്റ്റായിരിക്കണം. നമ്മൾ ആദ്യം നമ്മളുടെ ഗ്രൗണ്ട് എപ്പോഴും റെഡിയാക്കിയതിന് ശേഷം മേലേക്ക് ബിൽഡിംഗ് കെട്ടുന്നത് പോലെ നമ്മൾ നെക്സ്റ്റ് ഓരോരോ കാര്യങ്ങൾ അതിലേക്ക് പിച്ച് ചെയ്യാണ്. സോ ഓർഡർ ബ്ലോക്ക് എവിടെയാണ് വാലിഡ് ആവുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഓർഡർ ബ്ലോക്ക് വേണ്ടത്? മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓർഡർ ബ്ലോക്ക് ഒരു കൺഫർമേഷനാണ്. അതായത് ഒരു ഹൈ ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്യാണ്, അതുപോലെ തന്നെ ഒരു ലിക്വിഡിറ്റി ആണ് മാർക്കറ്റിനെ റൺ ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്ന് ഗ്രാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ലിക്വിഡിറ്റിയാണ്.
അത് എക്സ്റ്റേണൽ ആയിക്കോട്ടെ ഇൻറ്റേർണൽ ആയിക്കോട്ടെ. ആ സമയത്ത് മാർക്കറ്റിന് ഇതിൻ്റെ ഒരു ഹൈ മാർക്കറ്റ് ഗ്രാബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കമ്പ്യൂട്ടർ അതിനെ റീഡ് ചെയ്യുമ്പോൾ $1 മേലെ അത്ര വരെ ഞാൻ പ്രൈസ് കൊണ്ടുപോകട്ടെ, അല്ലെങ്കിൽ $10 മേലെ ഞാൻ പ്രൈസ് കൊണ്ടുപോകട്ടെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിനൊരു കൃത്യമായിട്ടുള്ള എന്ത് വേണം, ഒരു സ്ഥലം വേണം. ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാണ്, മാർക്കറ്റിനെ പുഷ് ചെയ്യോ അല്ലെങ്കിൽ താഴത്തേക്കോ മേലേക്കോ പുഷ് ചെയ്യാണ്. ആ സമയത്ത് മാർക്കറ്റിന് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ കൊടുക്കാൻ, അതായത് കമ്പ്യൂട്ടേഴ്സിന് സ്മാർട്ട് മണിക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ കൊടുക്കാൻ. കാരണം സ്മാർട്ട് മണി ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്, ഒരു കൂട്ടം ഗ്രൂപ്പാണ്, അതായത് ഒരു കൂട്ടം സിസ്റ്റംസ് ആണ്. നമ്മൾ അവരെക്കാൾ എത്രയോ ഇരട്ടി മണി മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് റീറ്റെയിലേഴ്സ്. അതായത് മണി അവരുടെ കയ്യിലാണ് കൂടുതൽ, പക്ഷേ അവർക്ക് ഒരുമല്ല, ഒരേപോലെ തിങ്ക് ചെയ്യുന്നില്ല. നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നും ട്രേഡ് എടുക്കും. പക്ഷേ സ്മാർട്ട് മണി അങ്ങനെ ട്രേഡ് ചെയ്യില്ല. അവർക്കൊരു കൺഫർമേഷൻ കിട്ടാനുള്ള അവരുടെ ഒരു ഐഡൻറ്റിറ്റി, അവരുടെ ഒരു കൺഫർമേഷനുള്ള കമ്പ്യൂട്ടറിന് കൊടുത്തിട്ടുള്ള ഒരു പോയിൻ്റാണ് ഓർഡർ ബ്ലോക്ക്. സോ അതെങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഇൻഡെപ്ത് ആയിട്ട്. അപ്പോൾ ഈ സംഗതികളൊക്കെ, ഈ ലെക്ചറുകളൊക്കെ നിങ്ങളിതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഈ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്കിത് വെറുതെ കിട്ടിയതല്ല. ഓക്കെ, ഞാൻ അത്ര കണ്ടിട്ട് ഈ പല തരത്തിലുള്ള അറിവുകളും, ഈ സസൂക്ഷ്മമായിട്ടുള്ള അറിവുകൾ നമുക്കൊരു ഗുരുതുല്യനായ ഗുരു തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് പോലെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. അത് നിങ്ങൾ വെറുതെ ആയി കാണാതിരിക്കുക, ഓരോ സിമ്പിളായിട്ടുള്ള വേർഡ്സും. എനിവേ, നിങ്ങൾ കൃത്യമായിട്ടുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഓർഡർ ബ്ലോക്കിൻ്റെ കാര്യങ്ങൾ നിങ്ങളിതിന് മുമ്പ് കേട്ടിട്ടുണ്ടാവാൻ വളരെയധികം ചാൻസ് കുറവായിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഓർഡർ ബ്ലോക്ക് എന്തിനാണ് എന്നുള്ളത് ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരില്ല, എന്നിട്ടുണ്ടാവില്ല. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്തിനാണ് SMCയിൽ എന്നുള്ളത് ഒരു കൺഫർമേഷൻ ആയിട്ടുള്ള സാധനമാണ്. ആ കൺഫർമേഷൻ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുമ്പോൾ മാർക്കറ്റിന്, അതായത് നമ്മളുടെ സ്മാർട്ട് മണിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡർ ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ ആ ഓർഡർ ബ്ലോക്കിനെ എവിടെ ആയിരുന്നാലാണ് ഓർഡർ ബ്ലോക്കിന് വാല്യൂ കൂടുതൽ, അല്ലെങ്കിൽ എവിടെ ആയിരിക്കണം ഓർഡർ ബ്ലോക്ക്? ലിക്വിഡിറ്റിയുടെ താഴെ ആയിരിക്കണം. സോ ലിക്വിഡിറ്റി എവിടെയാണോ ഉള്ളത് അതെല്ലാ സ്വിങ്ങുകളിലും ഉണ്ടാവും. സോ ഒരു സ്വിങ് മാർക്കറ്റ് ഗ്രാബ് ചെയ്യുമ്പോൾ വെറുതെ പോയി ഗ്രാബ് ചെയ്യില്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഇൻഡെപ്ത് ടോക്ക് ചെയ്യുമ്പോൾ അത് ഇനിയും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുണ്ട്. ഓർഡർ ബ്ലോക്ക് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനത്തെ ഓർഡർ ബ്ലോക്കിനെയാണ് മാർക്കറ്റ് എടുക്കുക എന്നുള്ളതൊക്കെ നമ്മളിതിൽ പറയും. പക്ഷേ ഓർഡർ ബ്ലോക്കിൽ തന്നെ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന സെഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കി വരുന്ന നെക്സ്റ്റ് സെഷൻ, അതായത് നെക്സ്റ്റ് ജനറേഷൻ വീഡിയോസിലാണ് നമ്മൾ ആ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്കും മൈൻഡിൽ കയറി കിട്ടുള്ളൂ. എനിവേ, അത് അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലാണ് ഓർഡർ ബ്ലോക്ക്. ഒരു ക്യാൻഡിൽ ഉണ്ടായി, അവിടെ FEG വേണം. സോ ഒന്ന് ചിന്തിച്ച് നോക്കൂ, മാർക്കറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് തരുമ്പോൾ ഓർഡേഴ്സ് ഫില്ലാവാതെ കിടക്കുന്നുണ്ട്. ആ ഓർഡേഴ്സിനെ മാർക്കറ്റ് ഫില്ല് ചെയ്യാൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഓർഡർ ഫില്ല് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഏത് വരെ പോകണം? മാർക്കറ്റിന് ചിലപ്പോൾ ഒരു 2-3 മീൻസ് ഒരു മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ 1, 2, 3 അല്ലെങ്കിൽ 10 പിപ്പ് കൊണ്ടൊക്കെ ചിലപ്പോൾ ഓർഡർ ഫില്ലായിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ താഴത്തേക്കുള്ള ഓർഡറുകൾ ഫില്ലാക്കാൻ പോവണ്ടേ എന്നുള്ളത് മാർക്കറ്റ് എടുക്കുന്ന ഡിസിഷനാണ് ഓർഡർ ബ്ലോക്കിൽ. അതുകൊണ്ടാണ് ഓർഡർ ബ്ലോക്കിന് ഇത്ര അധികം വാല്യൂ. ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് നമ്മുടെ എൻട്രി. സോ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് എൻട്രി എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. IDM, നിങ്ങളിതിൻ്റെ കോൺസെപ്റ്റാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് വെറുതെ ഒരു ക്യാൻഡിലിനെ FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലിനെ ഓർഡർ ബ്ലോക്ക് എന്ന് വിളിക്കുന്നതും ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എങ്ങനെയാണ് എൻട്രി കിട്ടുന്നത്? സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്.
സോ ഓർഡർ ബ്ലോക്കിന് ഭയങ്കര അധികം വാല്യൂ ഉണ്ട് SMCയിലാണെങ്കിലും ICTയിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ FEGയിൽ എന്തുണ്ടാവും, മാർക്കറ്റ് സ്പീഡിലാണ് റണ്ണായിരിക്കുന്നത്. ആ സ്പീഡിൽ റണ്ണായ സമയത്ത് ആ FEGയിൽ ഫില്ല് ചെയ്യാത്ത ഓർഡർ ഉണ്ടാവും. ആ ഓർഡർ മാർക്കറ്റ് വന്ന് ഗ്രാബ് ചെയ്യുമ്പോൾ മാർക്കറ്റിന് എന്ത് വേണം, ഒരു ഓർഡർ ബ്ലോക്ക്, അതായത് ഒരു കൺഫർമേഷൻ, ഇതുവരെ എന്നുള്ളൊരു കൺഫർമേഷൻ കൊടുക്കുന്നതാണ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഏതൊരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുമ്പോഴും അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അതിൻ്റെ മേലെ ഉണ്ടാവും. ഓർഡർ ബ്ലോക്ക് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓർഡർ ബ്ലോക്ക് കിട്ടുന്നത് വരെ മാർക്കറ്റ് മൂവ് ചെയ്യും, നോ ഡൗട്ട്. അതും നമുക്ക് വരും വീഡിയോകളിൽ പറയാം. അത് എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെ ആയിരിക്കും, അതിൽ നമ്മൾ ഇൻഡെപ്ത് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. എനിവേ, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മളുടെ ആവശ്യം. സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എൻട്രിയും എക്സിറ്റും കിട്ടണം. ഇനി അതിൽ സ്റ്റോപ്പ് ലോസ് സംഭവിക്കുകയാണെങ്കിൽ സംഭവിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. നമുക്ക് 1:3 റിസ്ക് റിവാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാലിഡ് ഓർഡർ ബ്ലോക്ക്. വാലിഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി നമ്മളിപ്പോൾ ബയാസ് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാർക്കറ്റിൽ എൻട്രി എടുക്കേണ്ട സ്റ്റൈലിലേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ലൈവിൽ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയണ്ടായി ഓർഡർ ബ്ലോക്ക്, അതായത് ആ നമ്മൾ സ്ട്രക്ചർ മാപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ഓർഡർ ബ്ലോക്ക് എവിടെയൊക്കെയാണ് വാലിഡ് ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വാലിഡ് ആവുക. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും വിത്ത് FEG വേണം. അല്ലാതെ ഒരു സ്വിങ്ങിൻ്റെ ലാസ്റ്റ് ഉള്ള ക്യാൻഡിലോ, അത് ഇപ്പോൾ മുകളിലേക്കുള്ള സ്വിങ് ആണെന്നുണ്ടെങ്കിൽ റെഡ് ക്യാൻഡിലായിട്ടോ, താഴത്തേക്കുള്ള സ്വിങ് ആണെങ്കിൽ ഗ്രീൻ ക്യാൻഡിലായിട്ടോ നമ്മളതിനെ എടുത്തു കഴിഞ്ഞാൽ അത് ഓർഡർ ബ്ലോക്ക് ആവില്ല, നിങ്ങളുടെ എൻട്രി പാറ്റേൺ. ഓക്കെ, കൃത്യമായിട്ട് കേൾക്കണം. അത് നിങ്ങളുടെ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആവില്ല. എൻട്രിക്കുള്ള ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് എന്തായാലും അത് വിത്ത് FEG ആയിരിക്കണം. സോ ഞാനിവിടെ വിത്ത് FEG ഉള്ള കുറച്ച് പോയിന്റുകൾ മാർക്ക് ചെയ്യാം. സോ ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന ബ്ലോക്കുകളിൽ FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിൽസുകൾ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ കുറച്ചെണ്ണം മാർക്ക് ചെയ്തിട്ട് നമ്മൾ സിമ്പിളായിട്ട് അതിലേക്കൊന്ന് പോയി നോക്കി നോക്കുക, അതിലേക്ക് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഇതാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിൽ ഇതാണ്. സോ ഇത് ഓർഡർ ബ്ലോക്കാണ്. ഇങ്ങനെ നിങ്ങൾക്ക് FEGയോട് കൂടിയിട്ടുള്ള ഏത് ക്യാൻഡിൽസിനെ വേണമെന്നുണ്ടെങ്കിലും ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇതുപോലെ തന്നെ വേറൊന്ന് കാണിച്ചു തരാം. ഇവിടെ FEGയോട് കൂടിയിട്ടുള്ള ഒരു ക്യാൻഡിലുണ്ട്. അങ്ങനെ തന്നെയാണ്. അത് മിറ്റിഗേറ്റ് ആയിട്ടില്ല തോന്നുന്നു. അത് മിറ്റിഗേറ്റ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അത് ഓൾറെഡി മിറ്റിഗേറ്റ് ആണ്. ഇനി താഴത്തേക്കുള്ള മാർക്കറ്റ് താഴത്തേക്ക് പോകുന്ന സമയത്തുള്ള ഓർഡർ ബ്ലോക്കുകളും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് മാർക്കറ്റ് ക്രോസ് ചെയ്ത് പോയി. ഇവിടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അത് ടച്ച് ചെയ്തു, ടാപ്പ് ചെയ്തു. ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നേരെ താഴത്തേക്ക് വരുമ്പോഴുള്ള ഓർഡർ ബ്ലോക്കുകൾ മാർക്ക് ചെയ്യാണ്. ഇങ്ങനെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാൻ ഒരുപാടെണ്ണം ഉണ്ടാവും. നമ്മൾ പറഞ്ഞു എല്ലാ ഓർഡർ ബ്ലോക്കിനും വാല്യൂ വരണം എന്നില്ല. അതായത് വാല്യൂ വരുന്നത് എപ്പോഴാണ്, ആ ഓർഡർ ബ്ലോക്കിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ വേണം. അതായത് നമ്മൾ സ്ട്രക്ചർ മാപ്പ് ചെയ്യുമ്പോൾ പഠിച്ചു, അത് ഫസ്റ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ക്യാൻഡിലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലോ ലാസ്റ്റ് ക്യാൻഡിലോ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ക്യാൻഡിലായിരിക്കുന്നതിന് എന്തായിരിക്കും നിബന്ധന? അവിടെ മാർക്കറ്റ് ഓൾറെഡി IDMനെ, അതായത് പുൾ ബാക്കിനെ സ്വീപ്പ് ചെയ്തു, അല്ലെങ്കിൽ പുൾ ബാക്കിൻ്റെ താഴെ ക്ലോസ് തന്നു. സോ പുൾ ബാക്കിൻ്റെ താഴെ ക്ലോസ് തരുന്ന ക്യാൻഡിൽ
അതിന് നെക്സ്റ്റ് തിരിച്ച് മാർക്കറ്റിനെ ബോസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അതായത് പുൾ ബാക്കിനെ മാർക്കറ്റ് ഗ്രാബ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക ചെയ്യുന്നത്. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുമ്പോൾ മാർക്കറ്റിന് കിട്ടുന്ന കൺഫർമേഷനാണ് എന്ത്? ഒരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്നുള്ള എൻട്രി, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നത്. കാരണം അതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് അവിടെ ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് മാർക്കറ്റിന് കൺഫർമേഷൻ കിട്ടുന്നത്, അത് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം വരും, IDM സ്വീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കണ്ടല്ലോ എന്ന്. ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാം ഫ്രാക്ചറിൻ്റെ കേസിൽ. കാരണം അവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ കൺഫർമേഷന് വരുന്നുണ്ടാവും. പക്ഷേ അതിലേക്ക് നമ്മൾ ഇൻഡെപ്തായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തല പുകയും. അത്ര ഒന്നും കൂടുതൽ ബുദ്ധിമുട്ടി ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, IDM സ്വീപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ആ ഒരു വീക്കിൽ പ്ലാൻ ചെയ്താൽ മതി. നേരെ തിരിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക്, ആ ഒരു ടൈം ഫ്രെയിമിലുള്ള ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് IDMൻ്റെ താഴെ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകും. നമ്മൾ കൂടുതൽ അൽഗോരിതത്തിൻ്റെ ഏറ്റവും ഇൻഡെപ്ത് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കോംപ്ലിക്കേഷൻസ് കൂടും. നമ്മൾ ചെറിയ ക്ലാസ്സിലുള്ള ചെറിയ അറിവുകൾ വെച്ചിട്ട് ചെറിയതുപോലെ പഠിച്ച് ചെറിയ തോതിൽ ക്യാഷ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫണ്ട് ജനറേറ്റായി, ഫണ്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിന്നെ ആ ഫണ്ട് വെച്ച് ട്രേഡ് ചെയ്യാമല്ലോ. ഇതേ സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യുക. ഇനിയല്ല നിങ്ങൾക്ക് കൂടുതൽ ഇൻഡെപ്ത് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. എനിവേ, അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഓർഡർ ബ്ലോക്ക് നമ്മൾ സ്ട്രക്ചർ മാപ്പ് ചെയ്യാതെ ഓർഡർ ബ്ലോക്കിന് വാല്യൂ വരില്ല. ഓക്കെ, ഇതിപ്പോൾ 15 മിനിറ്റിലാണ്. ഞാനിതൊരു 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യട്ടെ. ഞാൻ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചത് 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഈ ഓർഡർ ബ്ലോക്കുകളൊക്കെ മാറും. കാരണം നേരത്തെ മാർക്ക് ചെയ്തത് 15 മിനിറ്റിലാണ്. ഞാനത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, സി ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഓർഡർ ഫ്ലോ എന്നുള്ള എഴുതിയതൊക്കെ പോയി. അപ്പോൾ നമുക്ക് ഡിലീറ്റ്, ഞാനിവിടെ ഇത് റിമൂവ് ചെയ്തു, അത് പോയിക്കോട്ടെ. എന്താണെന്നുള്ളത് കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 ഹവറിലേക്ക് പോയി. നമ്മൾ പറഞ്ഞു എപ്പോഴും ടൈം ഫ്രെയിം വലുതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏറ്റവും മിനിമം നിങ്ങൾക്ക് ട്രേഡിങ്ങിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൈം ഫ്രെയിം 1 ഹവറാണ്. 15 മിനിറ്റ്സ് സ്കാൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചൂസ് ചെയ്യുക. അതിലുള്ള എൻട്രികളൊക്കെ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് എൻട്രി കിട്ടും. ഓക്കെ, 1 ഹവറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയിരിക്കും മോസ്റ്റ്ലി നമുക്ക് ഹാപ്പി ആയിട്ട് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, ടെൻഷൻ്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ മാർക്കറ്റ് റീസെൻ്റ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോ ആണ്. ഈ ഒരു ലോ മാർക്കറ്റ് എന്തുകൊണ്ട് ഈ ലോ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഈ ലോയിലേക്ക് ഈ ലോ തന്നെ മീൻസ് ഈ ലോ എങ്ങനെയാണ് ഇത് ഒരു ലോവർ ലോ ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ കൺഫേം ആക്കണമെങ്കിൽ അത് ലൈവ് മാർക്കറ്റിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് ബയാസ് അറിഞ്ഞിരിക്കണം, POIs കൺഫേം ആവണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ബേസിക്കലി ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. മാർക്കറ്റ് നിലവിൽ നമുക്ക് ബയാസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് മൂവ് ചെയ്യുമോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും നമ്മളിതൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ പറയുന്നത് പോലെ അല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ആർക്കും POIs പെർഫെക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനൊന്നും കഴിയില്ല. ഫസ്റ്റ് മനസ്സിലാക്കുക, ട്രേഡിങ് ഒരു പ്രോബബിളി ഗെയിമാണ്. കാരണം നമുക്ക് 100% നമ്മൾ ഈ പറഞ്ഞ എല്ലാ റൂൾസും കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യാനും മാർക്കറ്റിന് ഇവിടെ ഇത്ര ലിക്വിഡിറ്റി ഉണ്ടെന്ന് കൺഫേം പറയാനും മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യില്ല എന്ന് പറയാനൊന്നും ആർക്കും കഴിയില്ല. സോ അങ്ങനെ കഴിയുന്നവരല്ല മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ അവർ വളരെയധികം അവരുടെ ഒന്നില്ലെങ്കിൽ അവർ ഒരുപാട് പൈസ കളഞ്ഞ്, ഒന്നില്ലെങ്കിൽ നല്ല മോസ്റ്റ്ലി 99% ആൾക്കാർ അവരുടെ ഇമോഷൻസ് ബിൽഡ് ചെയ്യുന്നത്, അവർ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുന്നത് പൈസ പോയിട്ട് തന്നെയാണ്. കാരണം മാർക്കറ്റ് ഒരാളും പെട്ടെന്ന് ഒരു ട്രേഡറായിട്ട് മാറുമൊന്നുമില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. അവരാരും ഒരു ട്രേഡർ ആവാൻ വേണ്ടി ജനിച്ച് വളർന്ന് വന്നവരല്ല. അവർ നിൽക്കുന്ന കണ്ടീഷനിൽ അവർ ട്രേഡിംഗ് എന്നുള്ള ഒരവസ്ഥ മനസ്സിലാക്കി അവരതിനെ ഇഷ്ടപ്പെട്ട് അവർ പാഷനായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവരതിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് തന്നെയാണ് അവരൊരു ട്രേഡറായി മാറുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും സഹിക്കാൻ തയ്യാറായാൽ മാത്രമേ നിങ്ങളും ട്രേഡർ ആവുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ഡിസിപ്ലിൻഡ് ആവുമൊന്നുമില്ല. നിങ്ങൾ
അതിനുവേണ്ടി മെനക്കെട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് അടി കിട്ടി ആണ് അതാവുള്ളൂ. ഓക്കെ, നോ ഡൗട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ലോ മാർക്ക് ചെയ്ത് മേലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട്, മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ എന്ത് മാർക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും? നിലവിലെ IDM മാർക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഇൻസൈഡ് ബാർ ആണ്. സോ ഞാനിപ്പോൾ ഇനി ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നതിൽ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് നിങ്ങൾക്ക് സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് ആ മിസ്റ്റേക്സ് ആണെന്ന് മനസ്സിലാവും ചെയ്യും. എന്തുണ്ടാവും? അവർക്കത് തിരുത്തി അവിടെ അതല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്യുമ്പോഴും മിസ്റ്റേക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആരും ഇവിടെ പെർഫെക്റ്റ് അല്ല. നമ്മളുടെ മിസ്റ്റേക്സ് ആണ് നമുക്ക് എന്തുണ്ടാക്കുക? നമ്മുടെ ലോസ് ഉണ്ടാക്കുക. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ടെൻഷൻ്റെ പിന്നിൽ നിന്ന് വന്നുകൊണ്ട് മാർക്കറ്റിൽ ഇരിക്കരുത്. ഫ്രീ ആയിട്ടും കൂളായിട്ടും ഇരിക്കുക. കാരണം അത് നിങ്ങളുടെ ട്രേഡിങ്ങിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് ഇതെല്ലാം ഇൻസൈഡ് ബാറുകളാണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ അപ്പോൾ ഒരു IDM ഉണ്ടാക്കി. ഈ IDM ചോക്കും ഇതൊന്നും പറയാതെ ഇതും IDM അല്ല. ഇത് IDM ആണോ? ഇത് IDM ആണ് അല്ലേ? ഓക്കെ, ഇത് ഇൻസൈഡ് ബാറാണ്, ഇതും ഇൻസൈഡ് ബാറാണ്. സോ IDM ഇതാണ്. IDM കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഒന്നും ഓർഡർ ബ്ലോക്ക് ഇല്ല. FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലില്ല. ഇതൊരു FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിൽ ഇതും അല്ല. ഓക്കെ, ഞാനിനി ഒരു ഇതിൻ്റെ എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യന് മാർക്ക് ചെയ്യാം. സോ ഇവിടെ ഒരു റീസൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് ഉണ്ട്, വാലിഡ് പുൾ ബാക്കാണ്. സോ ഇവിടെ നമ്മൾ മൈനർ മേജർ എന്നൊന്നും നോക്കി ബുദ്ധിമുട്ടാവാൻ നിൽക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിച്ച് നോക്കി നോക്കൂ. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോയോ? ഇതൊരു ഇൻസൈഡ് ആയിട്ടുള്ള ഒരു പുൾ ബാക്കാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ചു പോയോ? മാർക്കറ്റ് ഇതിനെ ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്. ഇവിടെ നിന്ന് തിരിച്ചു പോയോ? പോയിട്ടില്ല. ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്, ഇതിൽ നിന്ന് തിരിച്ചു പോയി. സോ ഇവിടെ 1 2 3 ഇത് ഈ ഒരു 2 വട്ടം നമ്മൾ ലോസ് ഉണ്ട്. ഈ ഒരു വട്ടം ഓക്കെയാണ്, മീൻസ് ട്രേഡ് ഉണ്ട് ഇവിടെ നിന്ന്. അത് കരുതിയിട്ട് നമ്മൾ ഈ 2 വട്ടം ഒന്നും ട്രൈ ചെയ്യണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും അല്ല. നിങ്ങൾക്ക് 100% കൺഫർമേഷൻസ് ഉള്ള ഭാഗത്തുനിന്ന് മാത്രം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യണ്ട. സോ ഇത് എത്ര തന്നെ ആയിക്കോട്ടെ, മാർക്കറ്റ് തിരിച്ചു പോകുന്ന സാഹചര്യത്തിൽ മാത്രം എന്ത് ചെയ്യുക? ഉറപ്പുള്ള സ്ഥലങ്ങളിൽ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇവിടെ മാർക്കറ്റ് എന്താ ഉണ്ടാക്കിയത്? സോ ഇതാണ് നമ്മുടെ കേസ് ഓഫ് IDM സ്വീപ്പ് അല്ല തന്നത്, അതിൻ്റെ മേലെ ക്ലോസ് ആവുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ക്ലോസ് ആണ് തന്നത്. എന്നാൽ ഇതിപ്പോൾ നമ്മളൊരു പുൾ ബാക്ക് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വീപ്പ് തന്ന് വീണ്ടും സ്വീപ്പ് തന്ന് മാർക്കറ്റ് ഒന്ന് മൂവായി പിന്നെ മുകളിലേക്ക് പോവുക ചെയ്തത്. സോ നമ്മളെന്തുകൊണ്ട് നമ്മൾക്ക് ചാൻസ് ഉള്ള സംഗതിയിൽ നമ്മൾ എന്തുകൊണ്ട് പോയി പെടുന്നില്ല? നമുക്ക് കൺഫർമേഷൻ ഉള്ള സംഗതികളിലാണ് നമ്മൾ പോയി പെടേണ്ടതുള്ളൂ. പെടുകയാണെങ്കിൽ തന്നെ എന്നാൽ തന്നെ നമ്മൾ പെടും, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മൈനർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻസൈഡ് ബാറിൻ്റെ പുൾ ബാക്കുകളോ ഒന്നും എടുക്കണ്ട. ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ടായിക്കോട്ടെ, അത് മാർക്കറ്റ് ഗ്രാബ് ചെയ്യോട്ടെ, അത് മാർക്കറ്റ് പോയിക്കോട്ടെ, നോ വറീസ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ മോസ്റ്റ്ലി ഉള്ള നമ്മൾ പറയാറുള്ള IDM ഇവിടെ ഉള്ളത്, റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക്. ഇവിടെയൊക്കെ പുൾ ബാക്ക് അല്ല എന്നുള്ളതിനുള്ള കാരണമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് OB ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് OB ഏതാണ്? ഇത് ഫുള്ളി ഒരു സ്വിങ് ആണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇത് മൊത്തത്തിലൊരു സ്വിങ് ആണ്. ഓക്കെ, അതിനുശേഷം പിന്നെ മാർക്കറ്റ് ഇവിടെ ഒന്നും നമ്മൾ OB നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി ഈ ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്കുള്ള OBs ആണ് വേണ്ടത്. ഇതൊക്കെ കോമൺ സെൻസ് ആണ്. അപ്പോൾ ഇവിടെ ഉള്ള ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണോ? ഇതല്ല. കാരണം ഇതും ഇൻസൈഡ് ബാറാണ്. ഓക്കെ, സോ ഇവിടെ അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഇല്ലേ? എൻ്റെ കാഴ്ചയിൽ ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് ഒന്നും കാണാനില്ല. സോ മാർക്കറ്റ് ഈ ഒരു ഹൈനെ ഗ്രാബ് ചെയ്തിട്ട് താഴത്തേക്ക് ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇനി ഇത് ചിലപ്പോൾ ഓർഡർ ബ്ലോക്ക് ആവും. സോ ഇവിടെ ഇതൊരു IDM ആയിട്ട് മാർക്ക് ചെയ്യപ്പെടും. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വേറെ വരാനുണ്ടാവും. അതൊക്കെ വേറൊരു ടൈം ഫ്രെയിമിൽ ഉണ്ടാവും. 1 hourൽ ഇപ്പോൾ ഇത് കാണുന്നില്ല. ഓക്കെ, നമുക്ക് 30 minutes ഇട്ട് നോക്കി നോക്കുക. 30 minutes ഇടുമ്പോൾ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഇതൊക്കെ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഇത് പുൾ ബാക്കായിട്ട് മാർക്ക് ചെയ്യാം, റൈറ്റ്? അപ്പോൾ ഇവിടെ ഫസ്റ്റ് OB ഉണ്ട്.
സോ 30 മിനിറ്റ്സിൽ ഇതെല്ലാം ഈ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ പുൾ ബാക്ക് എടുക്കാൻ പറ്റില്ല. ഇത് പുൾ ബാക്കായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് ഫസ്റ്റ് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാം. ഈ ഓർഡർ ബ്ലോക്കിനെ മോസ്റ്റ്ലി മാർക്കറ്റ് ഇതുപോലെ സ്വീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വീപ്പ് ചെയ്ത ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്യാണ് നല്ലത്. ലൈക്ക് ദിസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇവിടെ ഒരു വിക്ക് ഉണ്ട് എക്സ്ട്രാ, അതും കൂടി ഞാൻ കാരണം അതിനെ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി. 1 hour റിവേഴ്സ് ആയില്ല. അതായത് 1 hour അവിടെ സ്ട്രക്ചർ ഇല്ല. സ്ട്രക്ചർ ഞാൻ പറഞ്ഞു, സ്ട്രക്ചർ ഏതൊന്നിലാണോ ഉള്ളത് അവിടെ ആണ് ഇതിന് വാല്യൂ ഇമ്പോർട്ടൻസ് ഉള്ളത്, ഇല്ലെങ്കിൽ ഇല്ല. സോ നമ്മൾ ഇവിടെ നിന്നൊന്നും ബുദ്ധിമുട്ടി ട്രേഡ് എടുക്കാൻ നിൽക്കണ്ട. ഇവിടെ ഒന്നും IDM ഇല്ല. സോ നിങ്ങൾ ട്രേഡ് എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഇതാണ് IDM ഉള്ളത്. IDMൻ്റെ മേലെ കാൻഡിൽ ഇതുപോലെ ക്ലോസ് തരികയാണ് ചെയ്തത്. സോ അതിനുശേഷം ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു. ഇതാണ് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക്. എന്തുകൊണ്ട് ഇത് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആവില്ല? ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഒന്നാമത് IDM കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം. ഇനി ഇത് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താ? ഇവിടെ ഒരു IDM സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റ് OB ഒന്നിനും ഒരു ഇമ്പോർട്ടൻസ് അല്ല. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്ത പോലെ അടുത്ത് വന്നിട്ടുണ്ട്. വിത്ത് FEG മാർക്ക് ചെയ്യുകയാണെങ്കിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് വിത്ത് FEG. മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്തായിരിക്കും? ഈ ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ ടാപ്പ് ചെയ്തത്. ഇൻറ്റേർണൽ സ്ട്രക്ചർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ ട്രേഡ് കിട്ടുമായിരിക്കും. അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അവർക്ക് ഈ എൻട്രി കിട്ടുമോ? ഒരിക്കലും ഇല്ല. അവർക്ക് ഈ ഒരു എൻട്രി കിട്ടുള്ളൂ. സോ നമ്മൾ വെറുതെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവണ്ട. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ സ്ട്രക്ചറിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. എനിക്ക് നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് തരാൻ കഴിയാഞ്ഞിട്ടല്ല. ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയതിൽ തന്നെ ഞാൻ പേടിച്ച്. കാരണം ഇൻഡെപ്തായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുമ്പോൾ കോംപ്ലിക്കേഷൻസ് കൂടും. അതുകൊണ്ട് നമ്മളിവിടെ നിങ്ങളെ എല്ലാം പഠിപ്പിക്കുക എന്നുള്ള ധാരണയെ കൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നില്ല. എനിക്ക് വേണ്ടത് നിങ്ങൾ മാർക്കറ്റിൻ്റെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരറിവ്, അതും ലോജിക്കോട് കൂടിയിട്ട് നിങ്ങൾക്ക് തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പോലെ അവിടെ ഇതാണ്, ഇവിടെ അതാണ്, ഇവിടെ ഇങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ്, ആ പരിപാടിക്ക് ഞാനില്ല. അങ്ങനെയല്ല ഞാൻ പഠിച്ചിരിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞാനും പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കൃത്യമായിട്ടുള്ള ലോജിക്ക് വേണം. സോ ഓർഡർ ബ്ലോക്കിൻ്റെ ലോജിക്ക് ഇതാണ്. അതൊരു കൺഫർമേഷനാണ്. സോ ഇവിടെയുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. ഇവിടെ ഫില്ല് ചെയ്യാത്ത ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ FEGയിൽ ടാപ്പ് ചെയ്തു. മാർക്കറ്റ് താഴത്തേക്ക് പോയി. ഇനി ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഓർഡർ ബ്ലോക്കിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞു. ഓർഡർ ബ്ലോക്ക് ഒരു കൺഫർമേഷനാണ്. അതായത് മാർക്കറ്റിൽ സിസ്റ്റംസ് റീഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. മാർക്കറ്റ് FEGന്ന് പോവാറുണ്ട്, റിവേഴ്സ് ആവാറുണ്ട്, സ്വീപ്പ് ഉണ്ടാവുമ്പോൾ മാർക്കറ്റ് പോവാറുണ്ട്. പക്ഷേ എന്തൊക്കെ മാർക്കറ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും, അതുപോലെ ഹയർ ഹൈസ് മാർക്കറ്റ് ഉണ്ടാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെ ഓർഡർ ബ്ലോക്ക് റിവേഴ്സ് ആവില്ലേ മാർക്കറ്റ്? സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഡെപ്ത് നമുക്ക് സംസാരിക്കാനുണ്ടാവും. പക്ഷേ നമ്മൾ അവിടേക്കൊന്നും പോകേണ്ട ആൾക്കാരല്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എന്താണ്, എങ്ങനെയാണ് അത് മനസ്സിലാക്കുക, അതിൽ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ 30 മിനിറ്റ്സ് നിങ്ങൾ നോക്കുമ്പോൾ സോ ഇത് വാലിഡ് അല്ലാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത് IDM സംഭവിക്കാത്തത് കൊണ്ടാണ്. ഇനി ഒരു തരത്തിൽ തന്നെ ഇൻവാലിഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ്, അതായത് ഓർഡർ ബ്ലോക്കുകളുണ്ട്. അത് ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലെ ഓർഡർ ബ്ലോക്ക്, ഇതിനിപ്പോൾ IDM സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ കാണുന്ന ഒരു ഓർഡർ ബ്ലോക്ക് നമ്മളിപ്പോൾ ഇവിടെ ഒരു IDM ഉണ്ടെങ്കിൽ എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ ബ്ലോക്ക് ഇതാണ്. ഇതിന് FEG ഉണ്ട്. ഇതിന് FEG എങ്ങാനും ഇല്ലെങ്കിൽ, അതായത് 1 എന്നുള്ള ക്യാൻഡിൽ, 2 എന്ന് പറഞ്ഞ ക്യാൻഡിൽ, 3 എന്ന് പറഞ്ഞ ക്യാൻഡിൽ, ഈ 3 ക്യാൻഡിലുകളിൽ ഇതിൻ്റെ ഉള്ളിൽ FEG ഉള്ളത് കൊണ്ട് ഇത് വലിയൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അത് റിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓർഡർ ബ്ലോക്കാണ് എടുക്കുക. അല്ലാത്ത പക്ഷം ഇത് ടാപ്പ് ആണെങ്കിൽ, ഇതിൻ്റെ വിക്ക് താഴത്തേക്ക് വന്നിട്ട് ഇതുമായിട്ട് ടാപ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ FEG ഉണ്ടാവില്ല. സോ ഇത് ഇൻസൈഡ് വാർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കില്ല.
ആ സാഹചര്യങ്ങൾ വരുന്ന ഏരിയ ഉണ്ടാവും, കിട്ടട്ടെ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ. അതാണ് പറഞ്ഞത്, നമ്മൾ ട്രേഡിങ്ങിൽ നമ്മൾ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിപ്പിച്ചു പോവുക. അതുകൊണ്ട് ബാക്കിയുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ചിലതൊക്കെ നമ്മൾ ലോസ് ഉണ്ടാക്കിയിട്ടും പഠിക്കേണ്ടതുണ്ടാവും. ഓക്കെ, നമ്മൾ ആ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് മാർക്കറ്റ് അവിടെ നിന്ന് സ്വിച്ച് തരാതെ മാർക്കറ്റ് പോയതിന് ശേഷം പിന്നെ നമ്മൾ വന്നിട്ട് ഇത് എന്തെങ്കിലും ഉള്ളിലാണോ എന്ന് നോക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ അവിടെ മദർ ക്യാൻഡിൽ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായി, നമ്മുടെ ക്യാഷ് പോയതിന് ശേഷവും നമുക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ലോജിക്ക് വേണം. നമ്മൾ എന്തൊരു കാര്യത്തിലും ഫെയിൽ ആവുമ്പോൾ ആ ഫെയിലായതിൽ നിന്ന് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 100% ലോജിക്കുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ നമ്മുടെ കയ്യിൽ വേണം. അതാണ് സ്ട്രക്ചർ മാപ്പിംഗ്. സ്ട്രക്ചർ മാപ്പ് ചെയ്യുന്നതിന് വേറെയും ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, അതൊന്നും എൻട്രിക്കുള്ളതല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എൻട്രിക്കുള്ളത് ഇതാണ്. SMCയിൽ സ്ട്രക്ചർ മാപ്പിംഗ് ഇതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അഡ്വാൻസ് എനിക്ക് പറയാൻ ഇനിയും 2 ഐറ്റം ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അതൊന്നും കേട്ടതും കൊണ്ട് നിങ്ങൾക്ക് എൻട്രി കിട്ടൂല. ഓക്കെ, അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുത്താം, നമുക്ക് ഇനി സംസാരിക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ് ഉണ്ടാവും, അതിലേക്കൊന്നും തേടി പോകണ്ട. നിങ്ങളിപ്പോൾ പഠിച്ചതിൽ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡാണ് വേണ്ടത്, നിങ്ങൾക്ക് ക്യാഷാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ബാക്കിയുള്ള അറിവുകളെ പിന്നാലെ പോയിട്ട് ഭ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കരുത്. ഓക്കെ, നെക്സ്റ്റ്, ഇനി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് റിയൽ മാർക്കറ്റിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അത് തന്നെ ക്ലിയർ ചെയ്ത് തീരില്ല നമ്മളുടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള അപ്പോൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്ത് വരാം. ഓക്കെ, വീഡിയോ എന്തായാലും ലാഗാവും സബ്ജക്റ്റുകൾ പറയുമ്പോൾ. പഠിക്കണം എന്നുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറയുന്നത്. ഓക്കെ, അതങ്ങനെ മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട്. ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസൊക്കെ പല സ്റ്റേജുകളിലേക്ക് പോകും, ഒന്നും കാര്യമാക്കണ്ട. ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. എനിവേ, ഇതിൻ്റെ മേലെ ക്ലോസ് കിട്ടി, മാർക്കറ്റ് ഫസ്റ്റ് OBനെ റെസ്പെക്റ്റ് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു OB ഒന്നിൻ്റെയും ഇൻസൈഡ് ബാർ അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ OB മാർക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് OB ആയിട്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടട്ടെ. ഇവിടെ ലാസ്റ്റ് OB ആയിട്ട് ഏതാ മാർക്ക് ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഇല്ലേ? ഈ സ്വിങ്ങിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും. അത് മാർക്കറ്റ് ഇത് അവിടെ വന്ന് ഗ്രാബൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്ട്രക്ചർ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നുമില്ല, നമ്മൾ മിണ്ടാതിരിക്കുക. ഇനി ഈ ഒരു സ്ട്രക്ചറിൻ്റെ 30 മിനിറ്റ്സ് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്ത് നോക്കി നോക്കുക, എന്താണ് ഇവിടെ സംഭവിച്ചിരുന്നത്. ഇവിടെ IDM, ഇവിടെ ഈ ലോ എടുക്കുന്ന സമയത്ത് IDM സംഭവിച്ചിട്ടില്ല. ഈ ലോ എടുക്കുമ്പോൾ IDM സംഭവിച്ചോ? ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ക്യാൻഡിലുണ്ട്. എനിക്ക് ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്, മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം. സോ ഇവിടെയുള്ള ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ മാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എൻട്രി, ഇവിടെ ഒരു എൻട്രി ഉണ്ടല്ലോ, ഇത് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇത് കിട്ടുമല്ലോ, അത് കിട്ടുമല്ലോ, ആ വക പരിപാടികളൊന്നും വേണ്ട. നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ ഇതിലൊക്കെ ഓർഡർ ബ്ലോക്കും ഉണ്ടാവും, ഇതിനൊക്കെ സ്ട്രക്ചറും ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് എൻട്രി കിട്ടും ചെയ്യും. ഈ ഒരു ടൈം ഫ്രെയിമിൽ പറയുമ്പോൾ ഇതൊന്നും എൻട്രി അല്ല. ഓക്കെ, സോ നമ്മൾ വലിയ ടൈം ഫ്രെയിമിൽ നോക്കുക, അവിടെയുള്ള കൺഫർമേഷൻസ് ആയിട്ടുള്ള എൻട്രീസ് നമ്മൾ പ്ലാൻ ചെയ്താൽ മതി, അതിലേക്ക് പോയാൽ മതി. അല്ലാതെ എല്ലായിടത്തുള്ള ഓർഡർ ബ്ലോക്കുകൾ തപ്പി പിടിച്ചിട്ട് ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ടായിട്ടില്ലേ, ഇത് ഓർഡർ ബ്ലോക്കാണ്, ഇവിടെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടില്ലേ, ഈ ഒരു ടൈം ഫ്രെയിമിൽ നമ്മളിതിനെ എടുക്കുന്നില്ല. ഓക്കെ, കാരണം ഇവിടെ ഇതിൻ്റെ മുമ്പിൽ ഇതാണ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ മുമ്പിലൊന്നും IDM ഇല്ല. IDM ഉള്ളത് എവിടെയാണ്? IDM ഉള്ളത് ഇവിടെയാണ്. ഓക്കെ, എനിവേ ഇതിൻ്റെ IDM അല്ലേ? അതെ, IDM ആണ്. ഇത് രണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പോവുക. നോട്ട് മസ്റ്റായിട്ടും പ്രിപ്പയർ ചെയ്യുക. ഇവിടെ ഇതൊരു IDM ആണ്. ഓക്കെ, അത് IDM ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതെന്തായിരിക്കും? ഇത് ബോസ് ആയിരിക്കും. ഇവിടെ ബോസ് സ്വീപ്പാണ് നടന്നിരിക്കുന്നത്, അവിടെ നിൽക്കട്ടെ. സോ ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഏതാണ്? IDMന് ശേഷമുള്ള ഫസ്റ്റ് OB ഇതാണ്. ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് OB ആയിട്ട് കൺസിഡർ ചെയ്തു, എന്നിട്ട് മാർക്കറ്റ് ഇതിനെ സ്വീപ്പ് ചെയ്ത് കയറിപ്പോയത്. അതായത് മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, നമ്മൾ പറഞ്ഞു ടാപ്പ് ചെയ്തത് കൊണ്ട് നമ്മൾക്ക് എൻട്രി ഇല്ല. ഓക്കെ,
നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു എൻട്രി, അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് എൻട്രി തരുന്നുണ്ടോ എന്ന് മനസ്സിലാവാനുള്ള സംഗതികൾ നമ്മൾ ചെയ്യാം. അതിനു മുമ്പ് ഇതാണ് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക്. ഇതിനെ മാർക്കറ്റ് ഇതാ പോയി സ്വീപ്പ് ചെയ്തു, വീണ്ടും സ്വീപ്പ് ചെയ്തിട്ടൊക്കെയാണ് താഴത്തേക്ക് പോയിരിക്കുന്നത്. ഇതിനെന്തായിരിക്കും റീസൺ? മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും വീണ്ടും സ്വീപ്പ് ചെയ്യാനൊക്കെ കാരണം ഉണ്ടായിട്ടുണ്ടാവുക. നമുക്കതിന് ഇതിൻ്റെ തൊട്ട് മേലുള്ള ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കി നോക്കുക. എന്തിനാണ് മാർക്കറ്റ് അവിടെ അത്ര കച്ചറ കാണിച്ചിരിക്കുന്നതെന്ന് അറിയാൻ. ഇതാണ് ആ ഓർഡർ ബ്ലോക്കിൻ്റെ 30 മിനിറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയ. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയയിൽ ഇതാണ് ഓർഡർ ബ്ലോക്ക്. അതായത് 30 മിനിറ്റ്സിന് അതിൻ്റെ ഉള്ളിലുള്ള ചെറുതാണ് ഓർഡർ ബ്ലോക്ക്. ഇവിടെ 1 2 3 ഇത് 1 ഹവറിൽ ഒരു സ്ട്രക്ചർ ഇല്ല എന്നെനിക്ക് തോന്നുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലായി പോയിട്ടുണ്ട്. സോ 30 മിനിറ്റ്സിന് ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. മാർക്കറ്റ് ആ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇനി അതിൻ്റെ മേലൊന്നും പോയി നോക്കി അതെന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. എനിവേ, മാർക്കറ്റ് ഈ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് OB അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലുണ്ട്. ഇവിടെ IDM സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റ് IDMൻ്റെ നേരെ മേലെ ക്ലോസും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടാണ് ഇവിടെ പോയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ക്ലോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ മാർക്കറ്റിന് ക്ലോസ് വരണം, വന്നിട്ടില്ല. മാർക്കറ്റ് ഇവിടെ നിന്ന് എന്താ ഉണ്ടായിരിക്കുന്നത്? മാർക്കറ്റ് ഇവിടെ നിന്ന് സ്വീപ്പ് ചെയ്തിട്ട്, അതായത് ഓർഡർ ബ്ലോക്കിനെ ഫസ്റ്റ് സ്വീപ്പ് ചെയ്തു, വീണ്ടും എന്തുണ്ടായി? വീണ്ടും സ്വീപ്പായി. സോ ഇവിടെ വേറൊരു കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മേലേക്ക് ഇതാണോ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത്? ഇതിൻ്റെ മേലേക്ക് ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയാൻ ഇതിൻ്റെ മുകളിലേക്ക് കൂട്ടിയിട്ട് ഇവിടെ ഒന്നും IDM സംഭവിച്ചായിട്ട് കാണുന്നില്ല. എനിവേ, ഈ ഫസ്റ്റ് OBനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് എന്നാൽ നടന്നിട്ട് താഴത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് OB എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പോലും നമുക്ക് ഇവിടെ കോംപ്ലിക്കേഷൻസ് ആണ് വന്നത്. ഇതൊക്കെ ലൈവ് മാർക്കറ്റിൽ ഓരോ 30 മിനിറ്റ് കഴിഞ്ഞിട്ടും ഓരോ ക്യാൻഡിൽസ് ഉണ്ടാകുന്നത്. അപ്പം നമ്മളിവിടെ എൻട്രിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും വാലിഡ് OBനെ പറയുമ്പോൾ ഇതൊരു വാലിഡ് OB ആണ്, പക്ഷേ മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺസൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കുറേ ടൈം എടുക്കേണ്ടി വരും. അത്രയൊന്നും വീഡിയോ വലിച്ചു നീക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസിലേക്കൊക്കെ നിങ്ങൾ പോവും, അത് കണ്ടെത്തും. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? എക്സ്പീരിയൻസ് ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ അത് റെസ്പെക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ കാലകാലം അത് റെസ്പെക്റ്റ് ചെയ്യില്ല. സോ നമ്മളതിൻ്റെ റീസൺസ് കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഭാവിയിൽ ഇങ്ങനത്തെ ഒരു ഏരിയ വരുമ്പോൾ എങ്ങനെ അവിടെ ട്രേഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്യാത്തത് നമ്മൾ എന്തുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്യാത്തതെന്ന് നോക്കണം. അതിൻ്റെ ടൈം ഫ്രെയിമുകൾ മാറ്റി നോക്കി അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടെത്തിയിട്ട് പോകണം. അതാണ് എൻ്റെ നിങ്ങളോടുള്ള റിക്വസ്റ്റ്. അതിനുള്ള മാപ്പ് ചെയ്യാനുള്ള സംഗതികൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ ടൈം ഫ്രെയിമിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ടൈം ഫ്രെയിമിൽ നിന്ന് വിട്ട് മറ്റൊരു ടൈം ഫ്രെയിമിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ ഈ ഒരു അൽഗോരിതത്തിൽ നിന്ന്, അതായത് ടൈം ഫ്രെയിമിൻ്റെ അൽഗോരിതത്തിൽ നിന്ന് അതിനെ കൂടുതൽ പവർഫുൾ ആയിരിക്കും ഹെവിയിലേക്ക് വരുമ്പോൾ. സോ എപ്പോഴും സ്ട്രക്ചർ ഉള്ളതാണ് ഏറ്റവും നല്ല ടൈം ഫ്രെയിം. സ്ട്രക്ചർ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ പവറായിട്ട് ആക്ട് ചെയ്യും ചെയ്യാം. എനിവേ, ഓർഡർ ബ്ലോക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരവസ്ഥ. ഇനി ഇതിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? FEG ഉണ്ട്. ഇത് FEG ആണ്, ഇത് FEG ആണ്. പക്ഷേ ഇതൊരു ഇൻറ്റേർണൽ ഓർഡർ ബ്ലോക്ക് ആവുമ്പോൾ 1 2 3 ഇത് മൂന്നും തമ്മിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യില്ല. അതായത് നിങ്ങൾ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ആയിട്ടോ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ആയിട്ടോ ഇതിനെ എടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ വല്ല സിറ്റുവേഷനും ഇവിടെ വരുമ്പോഴാണ് എനിക്കത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇത് തിരഞ്ഞ് കണ്ടുപിടിക്കുമ്പോഴേക്കും വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. പിന്നെ ഇതെല്ലാം വെട്ടിക്കൂട്ടാൻ ഞാൻ നിൽക്കേണ്ടി വരും. ഞാൻ അക്കാര്യത്തിലൊന്നും ഞാൻ അത്ര വലിയ ഉഷാറുള്ള ആളല്ല. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലുണ്ടാവും. എനിവേ, ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് കണ്ടോ, ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇവിടെ IDM ഇല്ല, ഒന്നുമില്ല. പക്ഷേ മാർക്കറ്റ് ഈ ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഇതാ തിരിച്ച് കയറി പോയില്ലേ? നമുക്കിവിടെ എൻട്രി ഉണ്ടോ? ഈ ഒരു ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ എൻട്രി ഇല്ല. ഇത് 30 മിനിറ്റാണ്. ഇനി 15 മിനിറ്റ് ഇട്ട് നോക്കി നോക്കുക.
15 മിനിറ്റ് ഇടുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കാൻ ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. 15 മിനിറ്റ് ഇടുമ്പോൾ ഇവിടെ എന്താ പ്രത്യേകിച്ച് IDMO അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു IDM ഉണ്ട്. ഇതൊരു IDM ഉണ്ട്. ഓക്കെ, ഈ ക്യാൻഡിലിൻ്റെ ലോത് എടുത്തിട്ടുണ്ട്, ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്, താഴെ വന്നു. ഓക്കെ, ഇനി ഈ താഴെ വന്ന് ഇതിങ്ങനെ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്ത് ഇവിടെ ക്ലോസ് വന്ന് താഴത്തേക്ക് പോകണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് അല്ലേ? 15 മിനിറ്റ്സിൽ ഇതാണ് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക്. ഇതിൻ്റെ താഴെ മാർക്കറ്റ്, ഇതിൻ്റെ ഇക്വിലിബ്രിയത്തിൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് തരാതിരിക്കുന്നിടത്തോളം കാലം ശ്രദ്ധിച്ച് കേൾക്കണം ഈ റൂള്. ഇവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ 50% നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ എല്ലാവർക്കും മാർക്ക് ചെയ്യാൻ അറിയും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരഞ്ഞ് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ? അതുപോലെ തന്നെ ഇതിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡിൽ ലൈൻ കിട്ടും, സ്റ്റൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ മിഡിൽ ലൈൻ കിട്ടും. അതിനും കളർ നമുക്ക് എന്താ വെച്ചാന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, ആ മിഡിൽ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യണം എപ്പോഴും എന്ത് കാര്യത്തിനും, കാരണം അതാണ് ഇക്വിലിബ്രിയം. ഓക്കെ, അതായത് 50%. സോ ഇതിൻ്റെ 50% താഴത്തേക്ക് മാർക്കറ്റ് ക്ലോസ് തരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യില്ല. എപ്പോഴും ഈ ഇക്വിലിബ്രിയത്തിന് താഴത്തേക്ക് വിക്കുകൾ വരാം. ഇപ്പോൾ ഇവിടെ ഒരു ക്ലോസ് വന്നിട്ടുണ്ട്, അതെന്താണ് കാരണം? ഇവിടെ ഓൾറെഡി വിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇത്രയും ഏരിയയിലുള്ളത് സ്വീപ്പ് നടന്നു. സോ ഇവിടെ ക്ലോസ് തരുന്നതിൽ പ്രത്യേകിച്ചിട്ട് ഒരു കുഴപ്പമില്ല. മാർക്കറ്റ് ഇതിൻ്റെ താഴത്തേക്ക് ക്ലോസ് തരികയാണെങ്കിൽ എപ്പോഴും ഞാനത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സംഗതികളാണ്. ഇതിവിടെ അങ്ങനെ ഒരു ക്ലോസ് വേറെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ, ഇനി വിക്ക് ഇട്ടിട്ടാണ് പോകുന്നത്, ചിലപ്പോൾ ഇതിനെ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ക്ലോസ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വല്ലാതെ അധ്വാനിക്കാൻ നിൽക്കരുത്, സിമ്പിളായിട്ട് സ്കിപ്പ് ചെയ്തേക്കുക. നമുക്ക് അങ്ങനെ ടെൻഷനൊന്നും വേണ്ട, അതൊക്കെ പോവും എന്നുള്ള ബലം പിടുത്തൊന്നും ഇവിടെ വേണ്ട. സോ മാർക്കറ്റ് ഇവിടെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ഇനി ഇതിനെ ഫിൽട്ടർ ചെയ്യുക എങ്ങനെയെന്നുള്ളത് നോക്കി നോക്കാം. സോ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവുക, അതുപോലെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് വാലിഡായി അതിനുശേഷം അതിലുള്ള ലാസ്റ്റ് ക്യാൻഡിലാണ് എപ്പോഴും റിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുക. ഓക്കെ, ഇവിടുത്തെ ലാസ്റ്റ് ക്യാൻഡിൽ ഏതാണ്? FEGയോട് കൂടിയിട്ടുള്ള ലാസ്റ്റ് ക്യാൻഡിൽ. ഇതിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടോ? എക്സാക്റ്റ് ഇതിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ 15 മിനിറ്റ്സ് പോകുമ്പോൾ 15 മിനിറ്റ്സ് പോകുമ്പോൾ ഇതാണ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ. അതിൻ്റെ ഉള്ളിലുള്ള 5 മിനിറ്റ്സ് ആണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത്. 5 മിനിറ്റ്സ് മാർക്ക് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് ക്യാൻഡിൽ ഇത് താഴെ നിന്ന് മേലേക്കാവുമ്പോൾ, ഇനി മേലെ നിന്ന് താഴത്തേക്ക് ആകുമ്പോൾ എന്താവും? ഏറ്റവും ഫസ്റ്റ് ക്യാൻഡിലാവും. അതായത് നേരെ തിരിച്ചാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ പറയാൻ വിട്ടു, ഓർമ്മ വന്നതുകൊണ്ട് പെട്ടെന്ന് പറയാണ്. ഇത് താഴത്തേക്ക് വരികയാണെങ്കിലോ, അതായത് ഇതൊരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക, 5 മിനിറ്റിൻ്റെ 3 ക്യാൻഡിൽസാണ് ഉണ്ടാവുക അല്ലേ? കോമൺ സെൻസ്. സോ അതിൽ FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലായിരിക്കണം നമ്മൾ റിഫൈൻ ചെയ്തെടുക്കേണ്ടത്. FEG ഇല്ലെങ്കിൽ FEG ഉള്ള ക്യാൻഡിൽ ഏതാണോ അതിനെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. ഇതിൽ FEGയോട് കൂടിയിട്ടുള്ള ഈ ഒരു ക്യാൻഡിലാണ്. ഇനി ഈ ക്യാൻഡിലിന് FEG ഇല്ല എന്ന് വിചാരിക്കുക, ഇതിപ്പോൾ ഇങ്ങനെ ടാപ്ഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിതിൽ മാർക്ക് ചെയ്യാൻ, ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ക്യാൻഡിൽ ഇല്ല. FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ നമ്മളപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും ചെറുതാക്കും. സോ റിഫൈൻ ചെയ്യുമ്പോൾ ഇതിലൊന്നും FEG ഉള്ള ക്യാൻഡിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മിനിറ്റ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ടൈം ഫ്രെയിമിലേക്ക് പോകുക, ഒരു 3 മിനിറ്റ് പോവുക, എന്നിട്ട് അതിൽ FEG ഉണ്ടോ നോക്കി നോക്കുക. ഓക്കെ, പിന്നെ 1 മിനിറ്റിലേക്ക് പോവുക. മോസ്റ്റ്ലി FEG എന്തായാലും ഉണ്ടാവും. FEG ഉള്ള, അതായത് ഒരു ക്യാൻഡിലിൻ്റെ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ അതൊരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഉള്ളിലുള്ള ടൈമുകൾക്കൊക്കെ FEG വേണം. അപ്പോഴാണ് ആ ഓർഡർ ബ്ലോക്കിന് പവർ ഉണ്ടാവുക. കാരണം അതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? എല്ലാ ടൈം ഫ്രെയിമിലും ഓർഡറുകൾ പ്ലേസ് ചെയ്തിട്ട് മാർക്കറ്റ് സ്പീഡിൽ മൂവ് ആയിട്ടുണ്ടാവണം. കോൺസെപ്റ്റ് അതാണ്. സോ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി നോക്കി നോക്കൂ, ലോജിക്ക് മനസ്സിലാക്കി നോക്കി നോക്കൂ. മാർക്കറ്റ് അവിടെ മൂവ് ചെയ്യണം. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുക? 3 മിനിറ്റിലേക്ക് പോയി നോക്കി നോക്കുക. 3 മിനിറ്റ്സിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ക്യാൻഡിലുണ്ട്, 2 ക്യാൻഡിലുണ്ട്, ഇവിടെ ഒരു ഇൻസൈഡ് ബാർ വരുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇതൊരു ഇൻസൈഡ് ബാർ ആയിട്ട് വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാം. ഓക്കെ, അത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടാവും. മോസ്റ്റ്ലി ടാപ്പ് ചെയ്യാതെ ഒന്നും ഇരുന്നിട്ടുണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം, കാരണം അതിൻ്റെ ഉള്ളിൽ വന്ന് ടാപ്പ് ചെയ്തെന്നല്ല നമ്മൾ പറഞ്ഞത്.
എന്തായാലും അതിൽ ടാപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ 1 മിനിറ്റിൽ പോയി നോക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ റെഡിയാണോ, നമുക്ക് 1 മിനിറ്റിലും ഫിൽറ്റർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. സോ റിഫൈൻ ചെയ്യേണ്ട സ്റ്റൈലാണ് ഇതുപോലെ. 1 മിനിറ്റിലാവുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ നിന്നാണ് ക്യാൻഡിൽ തുടങ്ങുന്നത്. ഇവിടെ നിന്നായിരിക്കില്ല മിക്കവാറും, ഇവിടെ നിന്നായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. നമ്മളൊന്ന് 3 മിനിറ്റ്സിൽ നമ്മളൊന്ന് കുറച്ചിട്ടല്ലോ അതിനെ. അപ്പോൾ 5 മിനിറ്റ്സിൽ പോയിട്ടൊന്നും കൂടി കൺഫേം ആയിട്ട് വരാം. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ കരവോ ചെയ്യും, പോയി നോക്കുമ്പോൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. 15 മിനിറ്റ്സിൻ്റെ ഈ 3 ക്യാൻഡിലാണ്. 5 മിനിറ്റ്സിൻ്റെ ഇത് നമ്മൾ റിഫൈൻ ചെയ്തു. ഇനി 1 മിനിറ്റിലേക്ക് പോവാണ്. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു, ഞാനിപ്പോഴും അങ്ങനെയാണ്. എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് അതിൽ തരികട ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ശരിയല്ല എന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് ദേഷ്യം വരും. എനിക്ക് അവരെ പിന്നെ അങ്ങനെ വാല്യൂ ഒന്നും കൊടുക്കാൻ തോന്നില്ല. അതുകൊണ്ട് എൻ്റെ സ്വഭാവം തന്നെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയല്ലേ നിന്നിരുന്നത്. എനിവേ ഇവിടെ 1 മിനിറ്റിൻ്റെയിലേക്ക് പോവാം. അല്ല, അത് 1 മിനിറ്റിലേക്ക് പോയി നമ്മൾ. അപ്പോൾ 1 മിനിറ്റിലേക്ക് പോകുമ്പോൾ നോക്കി നോക്കൂ, ഇതൊരു ക്യാൻഡിൽ, രണ്ടാമത്തെ ക്യാൻഡിൽ, ഇതൊക്കെ മിറ്റിഗേറ്റഡ് ആണ്. ഇതങ്ങനെ പോയി കഴിഞ്ഞാൽ കാണാം ഇതിൻ്റെ ഉള്ളിലാണ് ഇത് മൊത്തം ഉള്ളത്. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിലിനെ മാർക്ക് ചെയ്യാം. ഇത് ഇത്ര കൃത്യമായിട്ടൊരിത് കിട്ടിയതും കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ആകുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊന്നുമല്ല, നല്ല ചൊറ ഉണ്ടാവലുണ്ട്. എനിവേ അതിനെ കറക്റ്റ് വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാണ്ട് മാർക്കറ്റ് തിരിച്ചു പോയത്. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ്സിലുള്ള ഒരു എൻട്രി ഇതുപോലെ നിങ്ങൾ റിഫൈൻ ചെയ്തെടുക്കാനൊക്കെ ഭാവിയിൽ പഠിച്ചാൽ, നമ്മളിതിൻ്റെ വലിയ വമ്പത്തരം പറയുന്നല്ല, നിങ്ങളിതിൻ്റെ ലോങ് പൊസിഷൻ്റെ റിസ്ക് റിവാർഡൊന്ന് നോക്കി നോക്ക് എത്രയാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോലുണ്ട്. കാരണം ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ എൻ്റെ ട്രേഡിൽ മോസ്റ്റ്ലി ഞാൻ 1:3, 1:4, 1:5 എന്നല്ല ഞാൻ ട്രേഡ് ചെയ്യുക. എൻ്റെ ബ്രദറൊക്കെ ട്രേഡ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ അന്ന് ഇവിടെയുണ്ട്. ഇത് നോക്കി നോക്ക്, ഈ മാർക്കറ്റ് വീണ്ടും പോയിട്ട് ഇവിടെ ബോസ് ഉണ്ടാക്കുകയല്ലേ ചെയ്തത്. ഈ ബോസ് ഉണ്ടാക്കാനുള്ള കാരണം എന്താ, അത് നമ്മൾ നോക്കണം. ബയാസിൻ്റെ ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. ബയാസിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊന്നും വലിയ ട്രേഡുകൾ നമ്മൾ എടുക്കാൻ നോക്കില്ല. 15 മിനിറ്റ്സിലുള്ള ഇവിടെയുള്ള ഏതെങ്കിലും ഒന്നിൽ വെച്ച് നമ്മൾ ഇതാക്കും. ഇതിപ്പോൾ നോക്കി നോക്കും, ഇത് 22%, അതായത് 22 ഇരട്ടിയാണ് ആ ട്രേഡിങ്ങിലുള്ള പ്രോഫിറ്റ്. സോ 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എന്താ ട്രേഡ് ചെയ്താൽ മോശം? ഇതല്ലേ റിയൽ എക്സാമ്പിൾ. ഇനി ഇതൊക്കെ ലൈവിൽ പോയി കിട്ടുക എന്നുള്ളത് അതിന് ഇച്ചിരി ഒന്ന് മൂക്കേണ്ടി വരും. ഇതൊക്കെ ലൈവിൽ പോയി എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ കടന്ന് കളിക്കുന്ന കളിയൊക്കെ നമ്മൾ നോക്കി നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണ്ടാറടങ്ങി പോകും. ഇതൊരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസമാണ് തോന്നുന്നത് മൂവ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഇത് ന്യൂ യോർക്ക് സെഷനിലും ഇത് വന്നതാണ്. എന്താ പറയുക, ന്യൂ യോർക്ക് സെഷനിൽ ന്യൂസ് വന്നതാണ്. നമ്മൾ ഇവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നിരുന്നു. താഴത്തേക്ക് പോകണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് 30 മിനിറ്റിൻ്റെ ഇവിടെ ഏതൊരു ഇതിലൊക്കെ മാർക്ക് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് നമുക്ക് കിട്ടില്ല. ലൈവ് മാർക്കറ്റ് അങ്ങനെയാണ്. ഇതിലൊക്കെ പറയാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും. സോ ലൈവിൽ നിങ്ങൾ ഇതുപോലെ മാർക്കറ്റിൽ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ട്രക്ചർ കൃത്യമായി പഠിച്ച് അതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രേഡ് കിട്ടും. ഒരു സംശയമല്ല. ഇതിൽ നിങ്ങൾക്ക് മോസ്റ്റ്ലി എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു ട്രേഡ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതുപോലെ റിഫൈൻ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ നിന്നൊന്നും ട്രേഡ് എടുക്കില്ലല്ലോ. കാരണം എന്താ, റിഫൈൻ ചെയ്യുമ്പോൾ ഇതാണ് വരുന്നത് ഓർഡർ ബ്ലോക്ക്. ഇവിടെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നിങ്ങളൊരു ലോങ് പൊസിഷൻ ഇതുപോലെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ ടാർഗറ്റ് വെക്കേണ്ടത് ഇവിടെ റീസെൻ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇവിടെ ഒന്നും എന്തില്ല, OB ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് 15 മിനിറ്റ്സിൽ മോസ്റ്റ്ലി ഇത് അപ്പ് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലാസ്റ്റ് പുൾ ബാക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതുവരെ വെച്ചാൽ മതിയാവും. ഒരു 1:10 ഒക്കെ പ്ലാൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എത്ര മിനിറ്റ് കൊണ്ടാണ് ഇത് അച്ചീവ് ചെയ്തത്. സോ ഇതുപോലെ നിങ്ങൾ ട്രേഡ് ചെയ്യണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും ഇപ്പോൾ IDM ഇല്ല, കാരണം ഇതൊക്കെ ഇൻസൈഡ് ബാറാണ്. സോ ഓർഡർ ബ്ലോക്ക് റിഫൈൻ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് ഞാൻ കാണിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഇതിപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് നമ്മളിതിൻ്റെ റിഫൈൻ ചെയ്യുന്നത് കാണിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ തന്നെ
ഒരു ഡയഗ്രാം വരച്ച് നോക്കി നോക്കുക. ഓർഡർ ബ്ലോക്ക് റിഫൈൻ ചെയ്യുന്നത് ഇതൊരു 4 മിനിറ്റ്സിലുള്ള ഓർഡർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് വരഞ്ഞ് കാണിച്ചു തരിക. ഇത് മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ FEG എവിടെയാണോ വരുന്നത് അതാണ് നമ്മൾ പറഞ്ഞു റിഫൈൻ ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അതിൽ ലാസ്റ്റ് FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലാണ്, അത് എപ്പോഴും മറക്കരുത്. ഇതിൻ്റെ ഇടയിലൊക്കെ FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലാണ്, ഇത് ഓർഡർ ബ്ലോക്കായിട്ട് റിഫൈൻ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കാരണം ഇതിൻ്റെ താഴത്തേക്ക് ഏറ്റവും ലാസ്റ്റ് ക്യാൻഡിലാണ് ഇതിൽ FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലായിട്ട് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ ഉള്ള FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലാണ്, ഈ ക്യാൻഡിലാണ് നമുക്ക് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. സോ ഇതൊരു 4 ഹവറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 ഡേൻ്റെ ആണെന്നുണ്ടെങ്കിൽ 4 ഹവേഴ്സിൻ്റെ ക്യാൻഡിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇവിടെ FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് റിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ റിഫൈൻ ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് പോകും എന്നുള്ളതാണ് തിയറി മാത്രമല്ല, നിങ്ങൾ ലൈഫിൽ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യും, നോ ഡൗട്ട്. ഇതിലൊക്കെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മേലേക്ക് പോകുന്നുണ്ടാവും, പക്ഷെ ആ ഫുൾ ലെങ്ത്ത് പോവില്ല. ഇനി അങ്ങനെ ഫുൾ ലെങ്ത്ത് പോവാത്ത അവസ്ഥ നിങ്ങൾ ചില സമയത്ത് ഇവിടെ ഉള്ള ഏതെങ്കിലും ക്യാൻഡിലുകൾ പോകുന്നത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്ത് അടുത്ത പ്രാവശ്യം ഇവിടെ തന്നെ ട്രേഡ് ചെയ്യാനും നിൽക്കണ്ട. നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. നിങ്ങൾക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ട്രേഡ് കിട്ടില്ലേ? എന്തിനാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ഓരോന്ന് ക്യാച്ച് ചെയ്യാൻ നോക്കുന്നത്? അത് തലവേദന ഉണ്ടാക്കും. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നമുക്ക് ഇനി ഇവിടെ പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത്, ഡിലീറ്റ് ചെയ്യട്ടെ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഡെയിലിയിൽ പോയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ തന്നെ ഇത് റെസ്പെക്റ്റ് ചെയ്ത് കാണാം. മാർക്കറ്റിൽ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ, സോ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ക്യാൻഡിൽ തന്നെ ഇതിൻ്റെ അപ്പും ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് IDM ആക്കാൻ പറ്റുമെന്ന്. ഒരിക്കലും പറ്റില്ല. കാരണം അതാണ് ഇവിടെ മാർക്കറ്റ് തെളിയിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ഇതിങ്ങനെ താഴത്തേക്ക് പോയത്. ഇത് റീസെൻറ്റ് പുൾ ബാക്ക് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈ ഒന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. സോ ഇത് IDM ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരിക്കും മാർക്കറ്റ് ഇവിടെ പോയി ഈ ഒരു IDM എടുത്തിട്ടുണ്ടാവുക, ഈ ഒരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ സ്ട്രക്ചർ പറയുന്ന സ്ട്രക്ചർ മാർക്കറ്റ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് നോക്കി നോക്ക്, ഇതിപ്പോൾ ഇൻസൈഡ് ബാറാണ്, ഇത് ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ബ്ലോക്ക് എന്നാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് തോന്നുന്നു. എക്സാക്റ്റ്, അതായത് ഇത് IDM ആണ്. ഈ IDM സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് ഫസ്റ്റ് ഓബിയായിട്ട് നമ്മളിതാണ് കൺസിഡർ ചെയ്യുക. ഇത് ഇൻസൈഡ് ബാറാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇതിൽ വന്ന് ടാപ്പ് ചെയ്തു. ഈ ഇൻസൈഡ് ബാർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻസൈഡ് ബാറിൽ വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് പോയി. ഇതിൽ നമ്മൾ ബയാസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് മന്ത്ലി വീക്കിലി ഒക്കെ സപ്പോർട്ടുകൾ വരുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിലായിരിക്കും ഇപ്പോൾ ഡെയിലിയിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. അല്ലാണ്ട് നേരെ പോയി ഡെയിലിയിലല്ല നോക്കേണ്ടത്. എപ്പോഴും ഞാൻ വീണ്ടും പറയുകയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ഇതുപോലെ വലിയ ടൈം ഫ്രെയിം കാണുമ്പോൾ കൺഫേം ആക്കി കൂടെ? ഇതിങ്ങനെ എടുത്തിരിക്കുന്ന ഒരിക്കലും റീസെൻറ്റ് പുൾ ബാക്ക് ആവില്ല. ഇവിടെ എടുത്താൽ പോരാ. ഇത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല. മാർക്കറ്റ് നേരെ പോയിട്ട് ഇതാണ് IDM ആയിട്ട് എടുത്തത്. റീസെൻ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് ഇതാണ്. ഇത് മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. ഇനി ഇൻറ്റേർണൽ പുൾ ബാക്കുകൾ മാർക്കറ്റ് ഡെയിലിയിൽ റെസ്പെക്റ്റ് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്, റെസ്പെക്റ്റ് ചെയ്യും. ഡെയിലിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. പക്ഷേ നമ്മൾക്ക് കൺഫേം ആയിട്ടുള്ള സംഗതി ഇത് തന്നെയാണ്. ചെറിയ ടൈം ഫ്രെയിമിലും നടക്കുന്നത്. സ്ട്രക്ചർ ഇങ്ങനെയാണ് പോകുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്തു, ഇവിടെ നിന്ന് പുൾ ബാക്ക്, അതായത് തിരിച്ച് ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോയി. എന്തുകൊണ്ടായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു ലോ ഉണ്ടാക്കിയതിന് മുമ്പ് മാർക്കറ്റ് ഇവിടെ നിന്നും IDM പോയിന്റുകളില്ല, ഇവിടെ നിന്നും പുൾ ബാക്കുകളേ ഇല്ല മാർക്കറ്റിന്. ഈ ഒരു ലോ ഉണ്ടാക്കിയതിന് ലെഫ്റ്റ് സൈഡ്. പക്ഷേ ഇതൊരു ലാസ്റ്റ് ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഇതിന് വാലിഡിറ്റി ഉണ്ട്. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കാണ്. കാരണം എന്താ? ഇവിടെ FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1 ഡേയിലുള്ള FEG ആണ്. മാർക്കറ്റ് ഇവിടെ FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു FEG ആയിട്ട് നമ്മൾ എടുക്കാത്തത്, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാത്തതിൻ്റെ കാരണം എന്താ? ഭാഗ്യം ഇവിടെ അത് വന്നു വീണ്ടും. ഇവിടെ FEGയോട് കൂടിയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഉണ്ട്. മാർക്കറ്റ് തിരിച്ച് ബൗൺസ് ആകുമ്പോൾ ഈ FEG മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, വീണ്ടും ടാപ്പ് ചെയ്തിട്ടുണ്ട്, വീണ്ടും സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടാവും. എനിവേ, ഇത് ഓർഡർ ബ്ലോക്ക് ആവാത്തതിൻ്റെ കാരണം ഇവിടെ ഓൾറെഡി ഇതാണ് ഇതിൻ്റെ മദർ ക്യാൻഡിൽ. ആ മദർ ക്യാൻഡിൽ ഓൾറെഡി ഇതുമായിട്ട് മിറ്റിഗേറ്റഡ് ആണ്. സോ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യില്ല.
എന്നിട്ടും ഇൻറ്റേർണലായിട്ട് FEG ഉള്ളത് കൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, അതിൽ വന്ന് ഒരു വട്ടം ടാപ്പ് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട്. നോക്ക് നിങ്ങൾ. സോ ഇൻറ്റേർണൽ ആയിട്ടുള്ളതിനെ മാർക്ക് ചെയ്യും. പക്ഷേ ഇത് കൺഫേം ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എൻട്രി ഒന്നും പ്ലാൻ ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ മാർക്കറ്റ് ഒരു വട്ടം ടാപ്പ് ചെയ്തു താഴത്തേക്ക് വന്നു, വീണ്ടും അതിൻ്റെ എൻഡോടെ വന്നു താഴത്തേക്ക് പോയി, മീൻസ് വന്നു അടുത്തതും കൊണ്ട് ഇതിനെ സ്വീപ്പ് ചെയ്തു താഴത്തേക്ക് പോയി. സോ ഇതൊക്കെ ഡെയിലി ഉള്ള ലിക്വിഡിറ്റിയിൽ ഗ്രാബിങ് നടക്കുന്നതാണ്. ഈ ഇൻറ്റേർണൽ ഓർഡർ ബ്ലോക്കിനെ ടാപ്പ് ചെയ്തു താഴത്തേക്ക് പോയി. സോ മാർക്കറ്റ് ഇങ്ങനെയാണ് 1 to 2, അതായത് ഇവിടെ നിന്ന് അവിടേക്ക്, അവിടെ നിന്ന് ഇവിടേക്കെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ നോക്കി മാപ്പ് ചെയ്ത് നമുക്ക് എടുക്കേണ്ടത് നമ്മൾ എടുത്താൽ മതി. ഇവിടെ അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ബോസ് വരെ വേണ്ടി വെയിറ്റ് ചെയ്യരുതെന്ന്. കാരണം നിങ്ങൾ ബോസ് വരെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബോസ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ബോസ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ബയാസ് നിങ്ങൾക്ക് ഫേവർ ആണെന്നുണ്ടെങ്കിൽ ബോസ് സംഭവിക്കും, ഒരു സംശയമില്ല. പക്ഷേ ബോസ് സംഭവിക്കുമ്പോഴേക്കും എത്ര ദിവസം എടുത്തു നിങ്ങൾ നോക്കി നോക്കൂ. പക്ഷെ നിങ്ങൾക്ക് ഇത് റെസ്പെക്ട് ചെയ്യുകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു, ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് OB അല്ലെങ്കിൽ സ്വിങ്, ഇതൊക്കെ ലാസ്റ്റ് ആയിട്ടുള്ളത്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയൊക്കെ സ്വിങ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ഹൈ ഇങ്ങനെയാണ്, ഓക്കെ. ഇവിടെ OB ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്താൽ മതി. ഇത് OB ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഇവിടെ ഒരു സ്വിങ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ഇങ്ങനെയാണ്, ഇവിടെ ഒരു സ്വിങ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ടാർഗറ്റ് വയ്ക്കുകയായിരിക്കും നല്ലത്. കാരണം ഇതിനെയും ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഏതെങ്കിലും ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്തിട്ടോ എന്തെങ്കിലും കാണിച്ച് മാർക്കറ്റ് താഴത്തേക്ക് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ലോട്ട് വാങ്ങിയിട്ട് ഇത്രയും മാർക്കറ്റ് മുകളിലേക്ക് റണ്ണായി, അത്രയും പ്രോഫിറ്റ് നമ്മൾ കണ്ട് ഇത് താഴത്തേക്ക് വരുമ്പോൾ നമ്മളിത് നോക്കിയിരിക്കുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ഇവിടെ കൺസോൾഡേറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ പിന്നെയും തിരിച്ചു കയറുമോ, അപ്പോഴേക്കും നമ്മൾ ഭ്രാന്തായിട്ട് ആ ലോട്ടൊക്കെ വിറ്റ് ഒഴിവാക്കിയിട്ട്, ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് തിരിച്ച് കയറി പോയിട്ടുണ്ട്. എന്നാൽ തന്നെ നമുക്കപ്പോൾ റിസ്ക് റിവാർഡ് നിങ്ങൾ നോക്കി നോക്കും. ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളൊരു ട്രേഡൊക്കെ എടുത്ത് നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് എന്തായിട്ടുണ്ടാവും, തിരിച്ചിങ്ങോട്ട് ഇത്രയും പോയിന്റ് പോയി ഇത്രയും താഴത്തേക്ക് വരുമ്പോൾ തന്നെ മടുത്തിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ മോസ്റ്റ്ലി എൻട്രീസൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിസ് ചെയ്യും. നമുക്കെല്ലാം അറിയുന്നുണ്ടാവും, എല്ലാം അറിഞ്ഞിട്ടും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ട്രേഡ് ചെയ്താൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഇനി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുമായിരിക്കും ചെയ്യുക. ഇതൊക്കെ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് നടന്നിട്ട് തന്നെയാണ് അവർ പിന്നെ അതിനൊക്കെ ഒരു പറ്റില്ല, എനിക്ക് ഇങ്ങനെ ആയാൽ പറ്റില്ല, എനിക്ക് ആ റൂൾസ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് ബ്രീച്ച് ആവലൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും. ഇവിടെ നമ്മളൊന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ നമ്മളൊന്ന് റിഫൈൻ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ധാരണ കിട്ടും. ഇവിടെ റിഫൈൻ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 hour വരെയൊക്കെ പോകാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ 1 hour വരെ പോകാൻ പറ്റുന്നുണ്ടാവും എന്ന് തോന്നുന്നു എനിക്ക്. അതിലും കൂടുതൽ പോകാൻ, കാരണം ഒരുപാട് പിന്നിലേക്കുള്ള അതാണത് ചാർട്ട്. 4 hourൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. 4 hourൽ വരുമ്പോൾ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ ഇതിൽ ഈ ഒരു ക്യാൻഡിൽ മുതലാണ് ഇത് തുടങ്ങുന്നത്, ഓക്കെ. ഇവിടെ ഒരു ഫുൾ മദർ ക്യാൻഡിൽ ഇതിന് മുമ്പുണ്ട്. അതായത് നമ്മൾ ഡേയിൽ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ക്യാൻഡിൽസ് വന്നിരിക്കുന്നത്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ മാർക്കറ്റ് ഇതുവരെ ഇവിടെ വന്നിട്ട് ടാപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ FEG ഉള്ള ക്യാൻഡിലുകളുണ്ട്, ഇതിലേക്കൊന്നും മാർക്കറ്റ് എത്തിയിട്ടില്ല. ഇത് ടാപ്ഡ് ആണോ? ഈ ഒരു സ്ട്രക്ചറിൽ മാർക്കറ്റ് ഇൻറ്റേർണലായിട്ട് നമ്മളിപ്പോൾ അതിലൊരു ഡേ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വന്നതെന്ന് തോന്നുന്നു അല്ലേ? ഇൻറ്റേർണലായിട്ടുള്ള ആ ഡേ നമ്മൾ മാർക്ക് ചെയ്തത് ഇവിടെയുള്ള ഒരു മെയിൻ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ലിക്വിഡിറ്റി വോയിഡ്സ്, അതായത് വോളിയം ഇംബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി നടന്നിട്ടുണ്ട്. അത് ഈ ഒരു ഗ്യാപ്പാണ്. ഇത് ഭയങ്കര പവർഫുള്ളാണ്. നമ്മൾ ഇവിടെ മാർക്കറ്റിന് വോളിയല്ല, അതായത് വിക്ക് മാത്രമേ ഉള്ളൂ. ക്യാൻഡിലിൻ്റെ ബോഡി ഉള്ളിടത്താണ് വോളിയം ഉണ്ടാവുക. നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടിയിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് എക്സാക്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് പോയി. നമ്മളിപ്പോൾ ഇവിടെ ഓർഡർ ബ്ലോക്കൊക്കെ മാർക്ക് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എൻട്രി കിട്ടില്ല, ആ എൻട്രി മിസ്സായിട്ടുണ്ടാവും. സോ ഇതും ഇങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേഷൻസ് ഇവിടെ വരാനുണ്ട്. ഒന്നും എളുപ്പമല്ല. ഒരുപാട് സംഗതികൾ നമ്മൾ പോകെ നമുക്ക് മനസ്സിലാവും ഇത് എന്തൊക്കെയാണെന്നുള്ളത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ
നമ്മൾ പറഞ്ഞു ഇത് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓർഡർ ഫ്ലോ കൂടിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇതൊരു ഒറ്റ ക്യാൻഡിലാണെങ്കിൽ പോലും ഇതൊരു താഴത്തേക്ക് ഒരു സ്വിങ് തന്നിട്ടുണ്ട് 4 hours. ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ എടുത്തത് കൊണ്ടാണ് ഈ ക്യാൻഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ക്യാൻഡിലൊക്കെ ഇത് ഇൻസൈഡ് ബാർ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അടി വരെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് ഇത് ഓൾറെഡി ഇൻറ്റേർണൽ ഇതിന് ഒരുപാട് FEG ഉള്ള ക്യാൻഡിലുകളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്യാൻഡിൽ ഒരു പക്ഷേ ഇതായിരിക്കും. ഓക്കെ, ലാസ്റ്റ് ക്യാൻഡിൽ മാർക്കറ്റിൽ ഇതായിരിക്കും. പക്ഷെ മാർക്കറ്റ് ഇതിലേക്ക് വന്നിട്ടില്ല. മാർക്കറ്റ് ഇതിലേക്ക് തിരിച്ച് പിന്നെ വന്നിട്ടേ ഇല്ല. മാർക്കറ്റ് അങ്ങനെ മുകളിലേക്ക് കയറി പോവുക ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ അതായത് നമ്മളുടെ കാൽക്കുലേഷൻ പ്രകാരം മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചർ, അതായത് IDMന് ശേഷം, ഇവിടെ നമ്മൾ IDM മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, IDMന് ശേഷം മാർക്കറ്റ് 1 ഡേയിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണെങ്കിൽ ആ ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അതിൽ റിഫൈൻ ചെയ്ത് വരുമ്പോൾ ഇതാണെങ്കിൽ അതിൻ്റെ മുമ്പ് മാർക്കറ്റിന് ഈ ഒരു ഏരിയയിൽ നിന്ന് വേണ്ട ലിക്വിഡിറ്റി കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത് അതിനേക്കാൾ കൂടുതൽ പവർഫുൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഈ ഒരു വിക്കും നമുക്ക് മാർക്ക് ചെയ്യാം, 4 hourൻ്റെ ഈ ഒരു വിക്കും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു POIs നമ്മൾ ഉറപ്പിക്കുമ്പോൾ ആ POIsൽ ഒന്നിൽ കൂടുതൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്യും. അതായത് അതായിരിക്കും കൂടുതൽ പവർഫുൾ. ഇവിടെ 1 ഡേയിൽ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വോളിയം ഇംബാലൻസ് ഉണ്ട്. അതായത് മാർക്കറ്റിൽ ഇവിടെ വോളിയം അല്ല, ഇവിടെ വിക്കുകൾ മാത്രമേ ഉള്ളൂ. 4 hourൽ നോക്കുമ്പോൾ ഇവിടെ ഓർഡർ ഫ്ലോ ഉണ്ട്. ആ അഡ്വാൻസ്ഡ് ഓർഡർ ഫ്ലോൻ്റെ വിക്ക് എന്താണ് ചെയ്യുന്നത്? ഒരു FEGയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഞാനത് കാണിച്ചു തരാം. ഒരു FEGയിലൂടെ, ഇതൊരു FEG ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വിക്ക് കടന്നു പോകുന്നുണ്ട്. ഇതും പവർഫുൾ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റിൽ 4 hours ക്ലോസ് തന്നിട്ടില്ല. നിങ്ങളൊന്ന് നോക്കി നോക്ക്. മാർക്കറ്റ് അതിൽ ടാപ്പ് ചെയ്തു, അതിൻ്റെ താഴെ വന്നു, ഈ ഒരു പോയിന്റും ടാപ്പ് ചെയ്തു, മാർക്കറ്റ് തിരിച്ചു കയറിപ്പോയി. സോ ഇങ്ങനെ പല സംഗതികളുണ്ടാവും, സിസ്റ്റം റീഡ് ചെയ്യുന്ന സംഗതികൾ. ഇതൊക്കെ നമുക്ക് വരും ലെക്ചറുകളിൽ പഠിക്കാം, നോ ഇഷ്യൂ. ഇതിനൊരു യൂണിക്കോൺ സെറ്റപ്പ് ഉണ്ട്. അതായത് യൂണിക്കോൺ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ കൂടുതൽ വരുന്ന ഏരിയ FEG ഉണ്ട്. പോരാത്തതിന് ഇതുപോലെ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് ക്രോസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 POI അറ്റ് എ ടൈം വന്നു. അങ്ങനെയുള്ള സമയത്ത് അത് നമുക്ക് വരും ലെക്ചറിൽ അതിനായിട്ട് തന്നെ ഒരു ലെക്ചർ ചെയ്യുക. പക്ഷെ ഞാനിത് ഇവിടെ എത്തിയത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഈ ഒരു സെറ്റപ്പിൽ മാർക്കറ്റ് ഈ ഒരു പോയിന്റിനെ റെസ്പെക്റ്റ് ചെയ്യും, ഈ ഒരു വിക്കിൻ്റെ പോയിന്റിനെ. ഞാനത് നമ്മുടെ അഡ്വാൻസ് ഓർഡർ ബ്ലോക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിനെ റെസ്പെക്റ്റ് ചെയ്യും എന്ന് മാത്രമല്ല, ഈ ഒരു പോയിന്റിൻ്റെ 50% താഴെയാണ് മാർക്കറ്റ് ക്ലോസ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് താഴത്തേക്ക്, അതായത് കൺഫർമേഷൻ എന്നുള്ളത് കട്ട് ചെയ്യാം. അത് പിന്നെ മിറ്റിഗേറ്റ് ആയിന്നോ അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിന്നോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ എടുക്കുക. അതിൻ്റെ 50% താഴത്തേക്ക്. മോസ്റ്റ്ലി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാർക്കറ്റ് ഇതിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകും. അപ്പോൾ മാർക്കറ്റ് നമ്മളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളിത് 1 ഡേയിൽ മാർക്ക് ചെയ്യുമ്പോൾ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ റിഫൈൻ ചെയ്തിട്ട് അതിലേക്കുള്ള എൻട്രി ആണെന്ന് പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ എൻട്രി കിട്ടിയിട്ടുണ്ടാവില്ല നമുക്ക്. പക്ഷേ നമുക്ക് ഈ എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എൻട്രീസൊക്കെ ചിലപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇവിടെ നിന്ന് കൺഫേം ആയിട്ടും തിരിച്ചു പോവുകയാണ് എന്നുള്ള ഒരു ഉറപ്പോ കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ എൻട്രിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിലിനെ എടുത്തിട്ട് ഇവിടെ നിന്ന് റിവേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് റിവേഴ്സ് ആവുന്നത്. അതിൽ നിന്നും നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. പക്ഷേ നമ്മൾ ഒരിക്കലും ഈ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്താതെയോ അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നോക്കാതെയോ നമ്മൾ ഇരിക്കില്ല. നമ്മൾ ഓൾറെഡി ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യുന്ന പോയിന്റുകളാണ്. അത് ഞാൻ
ബയാസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാം. അത് ഇതുപോലെ തന്നെ ഈ വോളിയം ഇംബാലൻസ് പോലെ തന്നെ ലിക്വിഡിറ്റി വോയിഡ്സ് ഉണ്ടാവും. അതായത് മാർക്കറ്റിൽ മാർക്കറ്റിൽ ബോഡി മാത്രമുള്ള ഏരിയ അതും റെസ്പെക്റ്റ് ചെയ്യും. അതും ഞാൻ കാണിച്ചു തരാം. അവിടെ നമ്മൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ ഇനി വരുന്ന ലെക്ചറുകളിൽ ആ ഏരിയകളൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും. മാർക്കറ്റ് അതിനെ അങ്ങനത്തെ ഏരിയകളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഇവിടെ ഇപ്പോൾ ഇതൊന്നും വന്നിട്ടില്ല തോന്നുന്നില്ലേ. അങ്ങനെയുള്ള ഏരിയകൾ നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഞാൻ അതും മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. 2 ക്യാൻഡിലുകൾ, അതായത് അപ്പ് ആൻഡ് ഡൗൺ, റെഡും ഗ്രീനും ഒന്നിച്ചുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ മാർക്കറ്റ് അതിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ അതാ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ വോളിയം മാത്രമേ ഉള്ളൂ. ഈ 2 ക്യാൻഡിലിൻ്റെ FEG നേർക്ക് നേരെ വരിക ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഇതിനെ റെസ്പെക്റ്റ് ചെയ്ത് പോകുന്നത്. ഇത് FEGനെ റെസ്പെക്റ്റ് ചെയ്താന്ന് പറയാം, പക്ഷേ FEGനേക്കാൾ കൂടുതൽ പവർ കിട്ടും ഇതുപോലെ 2 FEGs ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത് ഒരുപാടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ പവർ കൂടും. ഓക്കെ, സോ നമ്മളിപ്പോൾ റിഫൈൻ ചെയ്യുന്നത് നോക്കി, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് വാലിഡും ഇൻവാലിഡും നമ്മൾ നോക്കി. ഇത് ഇനിയും നമ്മൾ പറയുമ്പോൾ വീഡിയോ ഇനിയും കൂടുതൽ ലെങ്ത് ആവും. ഓക്കെ, അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിലവിലിപ്പോൾ ഓർഡർ ബ്ലോക്ക് ഇന്നതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ 1 ഡേൻ്റെ ഉള്ള ഫസ്റ്റ് OB നോക്കി, അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് സ്വിച്ച് ആകുമ്പോൾ ഇതൊരു വാലിഡ് OB ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു സ്വിങ്ങിൻ്റെ ലാസ്റ്റും ഫസ്റ്റും ഉള്ള OB നമ്മൾ വെറുതെ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്നൊന്നും ട്രേഡ് പ്ലാൻ ചെയ്യാൻ നിൽക്കണ്ട, ടെൻഷൻസ് എടുക്കണ്ട, മാക്സിമം ടെൻഷൻസ് ഒഴിവാക്കുക. കാരണം ഇപ്പോൾ അതൊരു സ്വിങ്ങിൻ്റെ ഇപ്പോൾ മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ ഇവിടെ അതൊരു OB ആണെന്ന് വിചാരിക്കുക. കാരണം നമുക്കിപ്പോൾ അറിയില്ല മാർക്കറ്റ് ഇതിനൊക്കെ ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോകുമോ എന്നുള്ളത്. അങ്ങനെ ഉറപ്പിച്ചുകൊണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇവിടെ എന്താ ഉണ്ടായേ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രേഡ് കിട്ടിയോ? കാരണം വലിയ ടൈം ഫ്രെയിമിൽ സംഭവിക്കുന്നത് തന്നെയാണ് ചെറിയ ടൈം ഫ്രെയിമിലും സംഭവിക്കുകയെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതൊരു സ്വിങ് ആണ്. സ്വിങ്ങിനെ തിരിച്ച് കയറുന്ന സമയത്ത് ബയാസ് കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് മാർക്കറ്റ് ഇതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. മാർക്കറ്റ് അങ്ങനെ കയറിപ്പോയി. നമ്മളിപ്പോൾ ഇതിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡ് കിട്ടിയോ? ഇത് ഇങ്ങനെയാണ് ഈ ഓർഡർ ബ്ലോക്ക് ഉള്ളത്. ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, ഇങ്ങനൊരു മൂവ്മെൻറ്റ് വന്നു. ഇതൊന്നും ഒരു മൂവ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. 1 ഡേയിൽ ചിലപ്പോൾ അല്ലേ ഇത് ഏരിയ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു കൺഫർമേഷൻ ഇല്ലാതെ ഉറപ്പില്ലാത്തടത്തൊക്കെ നമ്മൾ ട്രേഡ് പോയി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡേഞ്ചറാണ്. അതുപോലെ ഇതൊരു OB ആണ്. ഇതിലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നോ? ഇതൊരു OB ആണ്. ഇത് FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിലാണ്. ഇതിലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മാർക്കറ്റ് ഉണ്ട്, എവിടെയൊക്കെ മാർക്കറ്റ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചു വന്നോന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഇതിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അതായത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതൊക്കെ പഠിക്കാം. അതായത് ഈ പറഞ്ഞതുപോലെ ഇതിലിങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഇതിലെവിടെ IDM, ഇതാണ് IDM, ഇത് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക്. ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയാൻ ഇവിടെ നിന്നും വേറെ IDM ഇപ്പോൾ ഇവിടെ അല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണ്. അതുകൊണ്ട് അതിനെ മാർക്കറ്റ് ഒന്ന് റെസ്പെക്റ്റ് ചെയ്ത്. ഇവിടെ IDM ഉണ്ടായിട്ടുണ്ടോ? ഇത് ഇൻസൈഡ് ബാർ തോന്നുന്നു. ഇവിടെ IDM പോയിന്റ് ഇതാണ്. ഇത് ഗ്രാബ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഇവിടെ ഒന്നും IDM സംഭവിച്ചില്ല, അതുകൊണ്ട് ചോക്ക് പോയിൻ്റ് ഒന്നുമില്ല. മാർക്കറ്റിൽ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇതാണ്. മാർക്കറ്റ് ഇതിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്തു. അങ്ങനെ തന്നെയല്ലേ, നിങ്ങളൊന്ന് റീചെക്ക് ചെയ്ത് നോക്കി നോക്കും. ഇതിപ്പോൾ 1 ഡേൻ്റെ ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഓക്കെ, മാർക്കറ്റ് ഇതിനെ റെസ്പെക്റ്റ് ചെയ്തു. ഇനി നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് കൊടുത്ത് ട്രേഡ് എടുത്തെന്ന് വിചാരിക്കുമോ? മാർക്കറ്റ് ഇപ്പോൾ കൊണ്ടുപോയി ബോസ് ഉണ്ടാക്കിയോ? നിങ്ങൾ നോക്കി നോക്ക്, ഉണ്ടാക്കിയിട്ടില്ല. മാർക്കറ്റ് ഏതുവരെ പോയേ? ലാസ്റ്റ് സ്വിങ് വരെ, ലാസ്റ്റ് OB വരെ ഒന്നും പോയിട്ടില്ല മാർക്കറ്റ്. നമുക്ക് നോക്കി നോക്കുക ഏതുവരെ മാർക്കറ്റ് പോയതെന്ന്. ഇത് എന്തുകൊണ്ടായിരിക്കും ഇതുവരെ പോയെന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് ഇത് ലാസ്റ്റ് OBയിൽ നിന്ന് മാർക്കറ്റ് കയറുകയാണ്. ഓക്കെ, മാർക്കറ്റ് കയറുന്ന സമയത്ത് ഇത് ഇവിടെ ഒരു IDM ഇല്ല, പക്ഷേ ഇവിടെ FEGയോട് കൂടിയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഫസ്റ്റ് OB. ഓക്കെ, മാർക്കറ്റ് ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചറിയിക്കുന്നത്. ഇതിൻ്റെ 50 മിനിറ്റ്സിൻ്റെ മേലെ ക്ലോസ് ഇല്ല.
ഇത് നമ്മളപ്പോൾ ഇതൊരു OB ആയിട്ട് എടുത്ത് ഇതൊരു വാലിഡ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ ഇതുപോലെ ഒരു IDM ഒന്നും ഇല്ലെങ്കിലും പോയിട്ട് ഇതിനെ റെസ്പെക്റ്റ് ചെയ്യും. സോ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതല്ല. ഇവിടെ നമുക്ക് വേറെ ബയാസിനുള്ള റീസൺസ് ഉണ്ടാവും. ഇവിടെ നോക്കി നോക്ക്, നമ്മൾ FEG പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതൊന്നും കൂടി ക്ലിയർ ആക്കി തരും നിങ്ങൾക്ക്. ഇത് വീക്കിലി FEG ആണ്. ഓക്കെ, ആ വീക്കിലിയുള്ള FEG ഫിൽട്ടർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പറഞ്ഞതുപോലെ ഡേൻ്റെ FEG അതുപോലെ തന്നെ 4 ഹവറിൻ്റെ FEGയിലേക്കൊക്കെ ചിലപ്പോൾ ഇത് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലേക്കൊക്കെ ഇത് പോയിട്ടുണ്ടാവുക. ഇനി ഇവിടെ നോക്കി നോക്കൂ, ഇത് ഇപ്പോൾ ഓൾറെഡി ഇവിടെ POIയിൽ ടാപ്പ് ചെയ്തു. ഇത് IDM ആണ്, ഇത് ഫസ്റ്റ് ഓർഡർ ബ്ലോക്കാണ്. ഇത് മൊത്തത്തിൽ ഇതിപ്പോൾ ഇതൊരു IDM ആണ്. IDMൻ്റെ മേലേക്കുള്ള ഫസ്റ്റ് OB ഇതാണ് അല്ല, ഇത് തന്നെ അല്ലേ? ഇതാണ് ഫസ്റ്റ് OB. എന്തുണ്ടായേ? ഫസ്റ്റ് OBനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു, ഇവിടെ നിന്ന് താഴത്തേക്ക് വന്നു, വീണ്ടും പോയി സ്വീപ്പ് ചെയ്തു, വീണ്ടും സ്വീപ്പ് ചെയ്തു, അതിൻ്റെ മേലെ ക്ലോസ് വന്നിട്ടില്ല. അതായത് മാർക്കറ്റ് ഓൾറെഡി വലിയൊരു മൂവ്മെൻറ്റിന് താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും 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 സ്വീപ്പ് നടക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മോസ്റ്റ്ലി വലിയ രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകും, ഇങ്ങനെ വീണ്ടും വീണ്ടും സ്വീപ്പ് ചെയ്യുന്ന ഭാഗത്തുനിന്ന്. കാരണം ലിക്വിഡിറ്റി ഇവിടെ ഇതിൻ്റെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു, ഈ ലിക്വിഡിറ്റി വീണ്ടും ഗ്രാബ് ചെയ്തു, ഇത് വീണ്ടും ഗ്രാബ് ചെയ്തു, ഇത് വീണ്ടും ഗ്രാബ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ 1 2 3 ടൈംസ് ഗ്രാബ് ചെയ്തു. 3 ടൈംസോ 4 ടൈംസോ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഗ്രാബ് ചെയ്യില്ല എന്നാണ് പറയുക. ഒക്കെ പറച്ചിലാണ്. നമ്മളിപ്പോൾ അങ്ങനെ കണ്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കണ്ട, മാർക്കറ്റിനെ ഒന്നും ചെയ്തുകൂടായില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഇനി ഇത് വീണ്ടുന്നുണ്ടെങ്കിൽ ഈ ഡെയിലി ഉള്ളത് നമ്മൾ പറഞ്ഞു, ഇനി 1 ഹവറിലേക്ക് പോയി നോക്കി നോക്കുക, 1 ഹവറിൽ എന്താണ് അവിടെ ഉള്ളതെന്ന്. സോ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും നിങ്ങൾ സ്ട്രക്ചർ പ്രകാരം ഉള്ള ഓർഡർ ബ്ലോക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ട്രേഡ് ഉണ്ടാവും. ഇതാണ് 4 ഹവറിൻ്റെ ലാസ്റ്റ് FEGയോട് കൂടിയിട്ടുള്ള ക്യാൻഡിൽ. ഇത് ഇൻസൈഡ് ബാറാണ്. സോ ഈ ഒരു ക്യാൻഡിൽ അതിനെ ഒന്ന് സ്വീപ്പ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേലെ ക്ലോസും ഉണ്ട്. 4 ഹവറിലും ക്ലോസ് ഇല്ല, 1 ഹവറിലും ക്ലോസ് ഉണ്ട്. 1 ഹവറിലാകുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ IDMഉം ആ ഫസ്റ്റ് ഓർഡർ ബ്ലോക്കൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇവിടെ നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ IDM എവിടെയുള്ളത്? ഇതൊന്നും IDM ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇത് IDM ആയിട്ട് കൺസിഡർ ചെയ്യുക. 1 ഹവറിൻ്റെ IDM ഇതാണ്. സോ മാർക്കറ്റ് 1 ഹവറിൻ്റെ IDM വരെ വന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോയി. ഇവിടെ 1 ഹവറിൻ്റെ IDM വന്ന് സ്വീപ്പ് ചെയ്തു, എന്നിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് വന്നു, മേലെ കയറിപ്പോയി. സോ ഇതൊക്കെ ചെറിയ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ ഇവിടെയൊക്കെ ട്രേഡ് ഉണ്ടാവും. 30 മിനിറ്റ്സിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ ഒന്നും കണ്ടില്ലേ, 30 മിനിറ്റ്സിൽ ഏതാണോ സ്ട്രക്ചറിൽ ഉള്ളത്, അതായത് കറക്റ്റായിട്ട് പാറ്റേൺ ഉള്ളത്, ആ സ്ട്രക്ചറിനെ അവിടെ എന്തായാലും റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ പോകുമ്പോൾ കമ്പൈൻ ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്തായാലും അതിനുള്ള ഒരു പിച്ച് ഞാൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് സ്ട്രക്ചർ മാപ്പ് ചെയ്യുക, സ്ട്രക്ചർ എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ഫ്രാക്ച്വൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഫ്രാക്ച്വൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പഠിച്ചിട്ടുണ്ടാവും, ഓരോരോ രീതിയിലാണ്. ഇപ്പോൾ എനിക്ക് മെസ്സേജിൽ തന്നത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വാലിഡ് OB, ഇൻവാലിഡ് OB, വാലിഡ് FEG, ഇൻവാലിഡ് FEG, അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ, ടൈം ഫ്രെയിം അലൈൻമെൻറ്റ്. ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഫ്രാക്ച്വൽ തന്നെയാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഇതും കോംപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. സപ്ലൈ ആൻഡ് ഡിമാൻഡ്, എവിടെയാണോ സപ്ലൈ ഉള്ളത്, എവിടെയാണോ ഡിമാൻഡ് ഉള്ളത്, അത് നിങ്ങൾക്ക് പോകെ മനസ്സിലാവും. ഈ ഒരു സംഗതികളൊക്കെ തന്നെയാണ് ഇപ്പോൾ നോർമലി ചില ആൾക്കാർ പറയാം, എന്താ വീണ്ടും ടാപ്പ് ചെയ്തിട്ടുള്ള ഏരിയ ഇത് ഡിമാൻഡ് സോണാണ്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോയി. ഓക്കെ, ഇനി സപ്ലൈ സോൺ വരികയാണ്. ഇത് സപ്ലൈ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എവിടെ ലിക്വിഡിറ്റി ഉണ്ടോ മാർക്കറ്റ് അത് എടുക്കും പോകും. ഓക്കെ, ഇതിന് വേറെ പേരുടെയും വേറെ കോൺസെപ്റ്റ് പറയാം എന്നുള്ളതിലുപരി ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. FEG നമുക്ക് ചെയ്യാം, നോ ഡൗട്ട്. അതിൽ പറയുമ്പോൾ നമുക്ക് ഈ ഉള്ളിൽ കൂടെ ഉള്ള എല്ലാ യൂണിക്കോൺ സെറ്റപ്പ് വരുന്ന രീതികളും അതുപോലെ FEG എങ്ങനെ കൂടുതൽ പവർഫുൾ ആവും എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, നിലവിലിപ്പോൾ ഓർഡർ ബ്ലോക്ക് ഇങ്ങനെയാണ് റിഫൈൻ ചെയ്യുക. ഇതുപോലെ ഓർഡർ ബ്ലോക്കിനെ ഏത് ടൈം ഫ്രെയിമിനാണോ പവർ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കണ്ടില്ലേ, 1 ഹവറിനെ റെസ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ താഴെ ടൈം ഫ്രെയിമിനെ ചിലപ്പോൾ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ പോസിബിളാണ്. ഇപ്പോൾ 4 ഹവേഴ്സിൽ ഇതുപോലെ സ്വീപ്പ് നിന്ന് പോയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, ഇനി
ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏത് ഓർഡർ ബ്ലോക്കിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്, ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് റിഫൈൻ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ട്രേഡ് നമുക്ക് ഉണ്ടാവും, ചില ട്രേഡുകൾ നമുക്ക് കിട്ടില്ല. അതിൻ്റെ പിന്നാലെ പോവണ്ട. എന്തുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്തു, അത് മനസ്സിലാക്കിക്കോ, കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ലിക്വിഡിറ്റി വോയിഡ്സ് പറഞ്ഞു, അത് വോളിയം ഇംബാലൻസ് ഒക്കെ പറഞ്ഞു. ഈ ഒരു സംഗതി ലിക്വിഡിറ്റി വോയിഡ്സും വോളിയം ബാലൻസും അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ടാവും. ഇതൊക്കെ നമുക്ക് പറയാം, മാർക്കറ്റിൽ ഏതൊക്കെ മോസ്റ്റ് പവർഫുൾ ഉള്ള സംഗതികളൊക്കെ നമുക്ക് പറയാം. പക്ഷേ ചില സ്ഥലത്തിൽ നിന്ന് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടണ്ട, ട്രേഡ് നമുക്ക് വേണ്ട, അത് പോയിക്കോട്ടെ. ഓക്കെ, കാരണം ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ ഒരു വട്ടേ വരുള്ളൂ എന്ന് പറയണ പോലെ ട്രേഡിങ്ങിൽ ഇഷ്ടംപോലെ വട്ടം വരും. നമ്മൾ ഫ്രീ ആയി മൈൻഡിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രേഡ് മതി. നമുക്ക് അത് തന്നെ നിങ്ങൾക്ക് സക്സസ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ നോക്കിപ്പോയി എനിക്ക് ആ ട്രേഡ് എടുക്കണം നിർബന്ധമാണ് എന്നുള്ള മൈൻഡിലൊന്നും ആരും ട്രേഡ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു, ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ, നെക്സ്റ്റ് ടോപ്പിക്. എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്യുക, മസ്റ്റായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, മിസ്സായതാണ്.